എനിക്ക് കുഞ്ഞൊക്കെ ആവുന്ന സമയത്ത് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വെപ്രാളാ, പോണോ പോണ്ടോ, മോംസ് ഗിൽറ്റ് ഉണ്ടാവും. എപ്പോഴും ആ ഗിൽറ്റ് ഫീലിംഗ് ആ സമയത്ത് എപ്പോഴും, ഇപ്പോൾ പോലും ഉണ്ട്. മോൻ മുതിർന്നിട്ട് പോലും എനിക്ക് വെപ്രാളാണ്. അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു കാര്യവും ഞാൻ നോക്കില്ല എന്നില്ല. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാനേ നോക്കൂ, കാരണം നോക്കിയാലേ എനിക്ക് തൃപ്തി വരും. എനിക്ക് ഒരു ഉറപ്പുണ്ട്, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഈ പറയുന്ന അപവാദത്തിലൊന്നും ഞാൻ പെടില്ല. ഒരു പുരുഷനും സ്ത്രീയും ഒരേ ഫീൽഡിൽ ഒരേ കാര്യം ചെയ്യുമ്പോൾ ഓക്കെ, പുരുഷൻ അത് ചെയ്യുമ്പോൾ കൊള്ളാം, കൈയടിക്കും. സ്ത്രീ അത് ചെയ്യുമ്പോൾ അവർ തന്നെ ചെയ്തത്, അവർക്കത്ര പറ്റുമോ? അപ്പോൾ പിന്നെ നിറങ്ങൾ കൊടുത്ത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്ന രീതി എല്ലായിടത്തും അല്ലെങ്കിൽ ഒരുപാടിടത്തും. വിജയാഘോഷം പങ്കിടാൻ ഇന്ദിരാഭവനിലേക്ക് വരുന്നു. അവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാർ ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാം ഇല്ല, റെസ്പെക്ട്ഫുള്ളി തൊഴുന്നു, പോകും. ഇപ്പോൾ ഒരാൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഹഗ് ചെയ്താണ് എങ്കിൽ അവർക്കതാകാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ പോകുന്നു. പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങ് പോകുന്നു, ഞാനും അച്ഛാമ്മയും മാത്രമാകുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അമ്മ ആശുപത്രിയിലാണ്, അത്രേ അറിയുള്ളൂ. എല്ലാ ദിവസവും ഓടിച്ചെന്ന് ജംഗ്ഷനിലാണ് വീട്. ഇങ്ങനെ ഓരോ ബസ്സും, കൊല്ലത്തുനിന്ന് വരുന്ന ഓരോ ബസ്സും നോക്കും, അച്ഛൻ വരുന്നോ, ആരെങ്കിലും വരുന്നോ, അമ്മയുടെ കാര്യം അറിയുന്നു, ഒന്നും അറിയാൻ മാർഗ്ഗം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ കയറി നോട്ടീസ് കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഏറ്റവും കുഞ്ഞു പ്രായം, ഏത് പ്രായമെന്ന് എനിക്കറിയാം. സഭയുടെ കോട്ടയാണ്. ആ കോട്ടയിൽ തളരാതെ പതറാതെ അവരുടെ ഭീഷണികൾക്ക് മുന്നിൽ പിടിച്ചു നിന്നു മുഴുവൻ സമയ സംഘടനാ പ്രവർത്തനം. നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും പുരുഷന്മാരോട് ഇരിക്കുമ്പോൾ നമ്മളായിരിക്കും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ മനോഹരമായി സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് അവർ പ്രസംഗിക്കും. അപ്പം ആദ്യകാലത്തൊക്കെ എൻ്റെ ധാരണ ഈ പ്രസംഗമൊക്കെ ഒരുപോലെ പ്രാവർത്തിയാക്കുന്നു. പിന്നീട് അനുഭവത്തിൽ മനസ്സിലായി പ്രസംഗിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴും എത്രയോ കുടുംബങ്ങളെ മെഴുകുതിരി നാളം പോലെ ഉരുകിത്തീരുന്ന അമ്മമാർ, സഹോദരിമാർ, അവരെടുത്ത് നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആ പൊല്ലാപ്പിനൊന്നും പോകണ്ട എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകൾ നിത്യം നമ്മൾ കണ്ടുപോകും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം വന്നാൽ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ചില സ്ത്രീകൾ തട്ടിപ്പ് നടത്തുന്നു. അതുകൊണ്ട് ജെനുവിനായിട്ടൊരു പരാതി പറയുന്ന സ്ത്രീയെ ആദ്യം ആ കണ്ണിലാണ് കാണുന്നത്. അങ്ങനെയാകരുത്. ഏറ്റവും അടുത്ത് പെരുമാറിയവർ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമ്മൾ ധരിക്കുന്നവർ, അവരാരോപണങ്ങൾ വരുമ്പം ഒരു നേരിയ വിഷമമുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ നിലപാടിനെ ബാധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ തങ്ങളുടേതാണെന്ന് പുതിയ ചരിത്ര നിർമ്മിതികൾ ഓരോ ഘട്ടത്തിൽ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകർ ചിലരടക്കത് ഏറ്റുപറയുന്നത് നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. തോൽക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഇപ്പോഴും തോറ്റ സീറ്റല്ല, അല്ലല്ല. സ്ഥിരമായി എവിടെ നിന്നാലും തോക്കുന്ന ഒരാൾ, ബിന്ദുകൃഷ്ണയുടെ കുഴപ്പം കൊണ്ടാണ് ബിന്ദുകൃഷ്ണ തോക്കുന്നത് എന്ന നിലയിലേക്ക് അതിൻ്റെ ഒരു ത്രെഡ് വെച്ച് ഉണ്ടായ അപമാനവും ആക്ഷേപവും എൻ്റെ നെഞ്ചിൽ തറച്ചു എന്നുള്ളതാണ്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എന്ത് വില കൊടുത്തും ജയിച്ച്. വെളുപ്പിൽ ഒരു 4-4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ചാത്തന്നൂർ അടുത്ത ജംഗ്ഷനിൽ പോയി ബസ് കയറി എവിടെയാണോ അവിടെ ഇറങ്ങി കിലോമീറ്ററുകൾ നടന്ന ആ പരിപാടി സ്ഥലത്ത് പോയി തിരികെ വീട്ടിലെത്തുമ്പോൾ 11 മണിയാകും. അതുവരെ യൂറിൻ പാസ് ചെയ്യാതെ എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എപ്പോഴും വീട്ടിലൊക്കെ എല്ലാവരും പറയും വയ്യാന്ന് പറഞ്ഞിരിക്കും, 2 പേരെ കണ്ട പപ്പടത്തിന് വേണ്ടി അടി. കൊല്ലത്തായിരിക്കും. ഇങ്ങനെ കൊല്ലംകാർ കുറച്ച് ദേഷ്യം കൂടുതലാണ്. അത്ര കുഴപ്പക്കാരൊന്നുമല്ല കൊല്ലക്കാർ എന്താ പറയുക, പൊതുവെ നല്ല ആളുകളാണ്. ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കുമ്പോൾ നിർഭയമായി മറ്റു പൊളിറ്റിക്സ് ഒന്നും നോക്കാണ്ട് തൻ്റെ അഭിപ്രായം പറയാൻ സാധിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല. ഹൈക്കമാൻഡ് പ്രതിനിധികൾ 3 ഇരിക്കും, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, എന്നോട് ചോദിച്ചു ആര് വേണം, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ദൂരയാത്രയായി രാത്രികളിൽ വരാൻ പറ്റാത്ത ദൂരയാത്രകളൊക്കെ ആകുമ്പോൾ പറ്റും. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അമ്മ ലേറ്റായാലും അമ്മച്ചി വന്ന് എൻ്റെ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണേ. അതെനിക്കില്ല ചാട്ടൂളി പോലെ കൊള്ളുന്നതാണൊക്കെ. പിന്നീട് ഞാൻ ഒരു ദിവസം കാസർഗോഡായാൽ പോലും പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലൊന്നും എത്താതെ ഞാൻ പുറകിട്ട് പോകാറില്ല. പറഞ്ഞിട്ടുണ്ട് അമ്മയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും? ഇടയ്ക്കിടയ്ക്ക് പറയും MLA. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ട ഇത് മതിയാക്കാം, പൊതുജീവിതം മതിയാക്കാമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ പതറിപ്പോയ നിമിഷങ്ങൾ കേട്ടോ? ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് ഇരട്ടി കരുത്താം. ചെങ്കോട്ടയിൽ രാഹുൽജി ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന ദിനമാണ് എന്നെ പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സ്വപ്നം കാണും. ശ്രീമതി ബിന്ദുകൃഷ്ണനെ അടുത്ത് കാണുമ്പോൾ എനിക്ക് ആദ്യം ഒരു ആശംസ പറയാനാണ് തോന്നുന്നത്. ടീം UDF വലിയ വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരം. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. താങ്ക് യു സോ മച്ച്. വനിതാ MLA അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ കിട്ടുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത്, രാഹുൽ ഗാന്ധി അടുത്തിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാനൊരു വനിതാ CM-നെ സ്വപ്നം കാണുന്നു എന്നുള്ള തരത്തിൽ. അത് വലിയ ചർച്ചയായി. അപ്പോൾ മാമിൻ്റെ പേരുണ്ട്, ഷനിമോൾ ഉസ്മാൻ്റെ പേരുണ്ട്, ഇനി പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമോ പുള്ളി ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ട്രോളുകൾ വന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് നമുക്കൊരു ഉറച്ച പേരിലേക്ക്, ഒരു വനിതാ പേരിലേക്ക്, അത് UDF-ൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകളുടെ ഒരു ഇടമല്ല രാഷ്ട്രീയം
എന്നുള്ളത് എന്തുകൊണ്ടാണ്? എന്താണ് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയായി തോന്നിയിട്ടുള്ളത്? വളരെ ശരിയായൊരു ചോദ്യമാണ്. കേരളത്തിൽ സാമൂഹികപരമായും എന്താ പറയുക, സാക്ഷരതയിൽ, ഡിജിറ്റൽ സാക്ഷരതയിൽ, ജീവിത മൂല്യങ്ങളിൽ, ജീവിതശൈലിയിൽ, അങ്ങനെ സാംസ്കാരിക രംഗത്ത്, അങ്ങനെ എല്ലാ രംഗത്തും ഉന്നതിയിൽ നിൽക്കുന്ന കേരളം പക്ഷേ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്നും തുടക്ക സ്ഥലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയല്ലായിരിക്കും. തുടക്കത്തിൽ ബാല്യാരിഷ്ടതകൾ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഇങ്ങനെ ഓരോന്നും വായിക്കുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും മാറിയിട്ടും സമൂഹം മാറുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരം ആവശ്യങ്ങൾ ശക്തമായി ഉയർന്നു വരുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആ നിലയെ ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരെന്ന് പറയുന്നത് സമൂഹത്തിന് പരിച്ഛേദമാണല്ലോ. അപ്പോൾ നമ്മുടെ സാമൂഹിക ഘടനയാണ് അത് നിഴലിക്കുന്നത്. അതിന് മാറ്റമുണ്ടാക്കാൻ ഒന്നുകിൽ നിയമം വഴി, അല്ലെങ്കിൽ സാമൂഹികമായ വലിയ ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ. ഞാനൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും സംവരണമൊന്നും പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് വനിതാ സംവരണമൊന്നും ആവശ്യമില്ല. സ്വന്തം കഴിവും പ്രയത്നം കൊണ്ട് ഓരോ മേഖലകളിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിവുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. പക്ഷേ പിന്നീട് മനസ്സിലാക്കി, ഒരുപാട് ജീവിതാനുഭവങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അതുകൊണ്ട് മനസ്സിലാക്കി അതല്ല നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തൊരു രാജ്യമുണ്ടല്ലോ. എന്തുകൊണ്ട് അവരത് വിഭാവനം ചെയ്തു എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവരാണെങ്കിലും കയറി വരാനുള്ള സാമൂഹിക സാഹചര്യം ഇല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. തീർച്ചയായും അത്തരം ഇന്നല്ലെങ്കിൽ നാളെ വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. രാഹുൽജിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽജി രാഷ്ട്രീയ പ്രവേശം നടത്തിയ അന്നു മുതൽ ഉറക്കെ പറയുന്നത്, ഇപ്പോൾ എത്രയോ AC സമ്മേളനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ പകുതിയോളം വനിതകളായ എന്താ കുഴപ്പം? ആ അർത്ഥത്തിലടക്കം ആർജവത്തോടെ പറയുന്ന ഒരേ ഒരു നേതാവിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാനുള്ളൂ. വനിതകളുടെ കാര്യം മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും കാര്യത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന നേതാവാണ് രാഹുൽജി. കോൺഗ്രസിൻ്റെ വീക്ഷണവും അതുതന്നെയാണ്. ഓക്കെ. മാം, ഇത് പറയുമ്പോഴും കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ സംസാരിച്ചാൽ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ചുമരിലേക്ക് വരുന്നു, ഒരു പ്രായം കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം വരുന്നു, സമൂഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് പാലിക്കേണ്ടി വരുന്നു. ഇതിനൊക്കെ ഇടയിൽ ഈ സമയം, കാലം ഇതൊന്നും നോക്കാതെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയത്തിൽ അത്ര എളുപ്പമാണോ പ്രവർത്തിക്കാൻ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ സ്വയം ഉള്ളിൽ ചെറുക്കേണ്ടി വന്നിട്ടുണ്ട്? നിങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞ് വന്നവരല്ലേ? ഇപ്പോൾ ശരിയാ, ഈ പറയുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണ്. 100% സമർപ്പിതമായി നിൽക്കുന്നവർക്ക്, അത്യാവശ്യം മീറ്റിങ്ങിന് പോയി തിരികെ പോകുന്നവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിച്ചേ മതിയാകും. അതിപ്പം ആരെയും ഞാനൊക്കെ ചെറുപ്പത്തിലേ ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞൊക്കെ ആവുന്ന സമയത്ത് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വെപ്രാളമാണ്, പോണ്ടോ, മോംസ് ഗിൽറ്റ് ഉണ്ടാവും എപ്പോഴും. ആ ഗിൽറ്റ് ഫീലിംഗ് ആ സമയത്ത് എപ്പോഴും, ഇപ്പോൾ പോലും ഉണ്ട്. മോൻ മുതിർന്നിട്ട് പോലും എനിക്ക് വെപ്രാളമാണ്. അത് ഉള്ളപ്പോൾ വീട്ടുകാരൊക്കെ പറയും ഒരു കുഴപ്പമില്ല, പൊയ്ക്കോ, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് നമ്മൾ മാത്രമല്ല, തൊഴിലെടുക്കുന്ന ഓരോ സ്ത്രീയും ഒരു ഘട്ടത്തിലല്ല മറ്റൊരു ഘട്ടത്തിൽ അത് അനുഭവിച്ചേ പോകാറുള്ളൂ. അതൊന്നും പക്ഷേ ഒരു വലിയ ബാധ്യത, ബുദ്ധിമുട്ടോ ഒന്നുമല്ല. അത് പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ ആസ് എ പൊളിറ്റീഷ്യൻ എത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്നു അതിനേക്കാൾ ഒരു പടി കൂടി കടന്നാണ് ആസ് എ ഫാമിലി മെമ്പർ, ആസ് എ ഡോട്ടർ, സിസ്റ്റർ, വൈഫ്, മദർ. നമ്മൾ അങ്ങനെയാണ് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിലൊന്നില്ല. ഇപ്പം അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു കാര്യവും ഞാൻ നോക്കില്ല എന്നില്ല. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാനേ നോക്കൂ, കാരണം നോക്കിയാലേ എനിക്ക് തൃപ്തി വരൂ. കിട്ടുന്ന സമയം പരിമിതമാണെങ്കിലും അത് ക്വാളിറ്റേറ്റീവായി എൻ്റെ വീട്ടിലെ, എൻ്റെ കുടുംബാംഗങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത പോയിന്റിലേക്ക് കടന്നാൽ മാനസിക സംഘർഷമുണ്ട്, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല, അത് അനുഭവിക്കുക തന്നെ. മറ്റൊരു കാര്യം എങ്കിലും ഫാമിലി സപ്പോർട്ട് അതിൽ വലിയ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അന്നും എന്നും. അടുത്ത ഘട്ടത്തിലാണ് താങ്കൾ ചോദിച്ച മറ്റൊരു ചോദ്യം, അപവാദങ്ങൾ, അപമാനങ്ങൾ. അത് ശരിയാട്ടോ, എന്നെ അതിൽ മുന്നോട്ട് നയിക്കുന്ന നിർഭയത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ചോയ്സാണ്, എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ആ ഇഷ്ടങ്ങൾ എല്ലാവരുടെയും ഇഷ്ടങ്ങളാവണമെന്നില്ല. എനിക്ക് ഒരു ഉറപ്പുണ്ട്, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഈ പറയുന്ന അപവാദത്തിലൊന്നും ഞാൻ പെട്ടിട്ടുമില്ല, പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും അപവാദത്തിന്
കാരണമാകുന്ന ചില സംഗതികളുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്ന് ചെല്ലരുത് എന്ന് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും ഒന്നുമില്ലെങ്കിൽ തന്നെയും കഥകൾ ഉണ്ടാക്കി പ്രത്യേകിച്ച് സ്ത്രീകളെ വീട്ടിലിരുത്താനുള്ള ഈ ഒരു പുരുഷനും സ്ത്രീയും ഒരേ ഫീൽഡിൽ ഒരേ കാര്യം ചെയ്യുമ്പോൾ ഓക്കെ, പുരുഷൻ അത് ചെയ്യുമ്പോൾ കൊള്ളാം, കൈയടിക്കും. സ്ത്രീ അത് ചെയ്യുമ്പോൾ അവർ തന്നെ ചെയ്തത്, അവർക്കത്ര പറ്റുമോ? അപ്പോൾ പിന്നെ വർണ്ണങ്ങൾ നിറങ്ങൾ കൊടുത്ത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്ന രീതി എല്ലായിടത്തും അല്ലെങ്കിൽ ഒരുപാടിടത്തും. അവിടെ എനിക്ക് സ്ത്രീകളോട് പെൺകുട്ടികളോട് പറയാൻ നെവർ മൈൻഡ്, നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയേ മുന്നോട്ട് പോവുക. ആളുകൾ എന്തെങ്കിലും പറയുന്ന കേട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മൾ മുന്നോട്ടുള്ള പാത കുറച്ചുകൂടി ശ്രമകരമാവും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്താണോ, നമ്മുടെ ചിന്തകൾ എന്താണോ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിൽ. എൻ്റെ പേഴ്സണൽ ലിബർട്ടി എനിക്ക് വളരെ ഏറ്റവും കൂടുതലുണ്ട്, പക്ഷേ പ്രൊവൈഡഡ് മറ്റൊരാൾക്കത് ദോഷകരമായി മാറരുത്. മാം, ഇത് പറയുന്ന ഒരു സാഹചര്യത്തിൽ ചോദിക്കേണ്ടതുണ്ട്. അടുത്തിടെ മാമിനെ വെച്ച് വലിയ ട്രോൾസൊക്കെ ഇറങ്ങിയതാണ്. മാം വിജയാഘോഷം പങ്കിടാൻ ഇന്ദിരാഭവനിലേക്ക് വരുന്നു. അവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാർ ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാം ഇല്ല, റെസ്പെക്ട്ഫുള്ളി തൊഴുന്നു പോന്നു. അത് വലിയ ആഘോഷമാക്കി സോഷ്യൽ മീഡിയ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, ഒന്ന് സന്തോഷങ്ങൾ അങ്ങനെ ആലിംഗനം ചെയ്ത് ആഘോഷിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ല, ആ സമയത്ത് എനിക്ക് തോന്നിയത് തൊഴുത് പോകാനാണ്, അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ബിന്ദുകൃഷ്ണയുടെ വേർഷൻ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, സന്തോഷത്തിലും അത്തരം കാര്യം ഞങ്ങളൊക്കെ കുറച്ചുകൂടെ കൺസർവേറ്റീവ് രീതിയിൽ എന്ന് വെച്ചാൽ അതിലൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഹഗ് ചെയ്താണ് എങ്കിൽ അവർക്കതാകാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ജസ്റ്റ് അത് ഓരോ എന്തോ എനിക്ക് അത് സമയത്ത് എന്തായിരുന്നു ആ സമയത്ത് അങ്ങനൊന്നും ചിന്തിച്ചില്ല. അത്തരം കാര്യങ്ങൾ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫിൽ അതില്ല. സ്റ്റൈൽ ഓഫ് ലൈഫ് ഓക്കെ, മാക്സിമം ഒരു ഷേക്ക് ഹാൻഡ്. പിന്നെ ഇപ്പം നമ്മുടെ മുതിർന്നവർ, അദ്ദേഹം മുതിർന്നതാണ്, അദ്ദേഹം റെസ്പെക്റ്റഡ് പേഴ്സണാണ്, അദ്ദേഹത്തോട് ഒരു ഇതുമില്ല, അദ്ദേഹത്തിൻ്റെ സന്തോഷം എക്സൈറ്റ്മെൻറ്റുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്, ആകാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ വേണ്ട, അത്യാവശ്യം ഇതാകാം, അതാണ് എൻ്റെ ശൈലി. ഞാൻ എന്ന് വെച്ചാൽ സ്ത്രീകൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട് എന്നുള്ളതല്ല. ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ വളരെ കുറച്ച് പേരെ മാക്സിമം ഇത്രയും, അതിനപ്പുറം സ്ട്രൈറ്റ് എന്തോ എനിക്ക് കഴിയില്ല. പക്ഷെ അത് ചെയ്യുന്നവരെ കുറ്റവും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും സ്വകാര്യതയും അവരവരുടെ ഇഷ്ടങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തി താല്പര്യങ്ങളെയും മാനിക്കുന്ന ഒരാളാണ്. അവർ സമൂഹത്തിന് ദോഷമില്ലാതെ. രാഷ്ട്രീയത്തിൽ ഇത് പറയുമ്പോൾ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയമുണ്ടല്ലോ. ഇത്തരം കൺസെൻറ്റുകൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ പാലിക്കപ്പെടാറുണ്ട് എന്ന് തന്നെയാണോ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ദൈവാനുഗ്രഹിച്ച് അങ്ങനെ ഒരു അശുഭകരമായ അസുഖകരമായ അവസരങ്ങൾ എനിക്കങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. വന്നാൽ തീർച്ചയായും ബിഗ് നോ, എനിക്കിഷ്ടമല്ലെങ്കിൽ ഇപ്പം അത് ചെറുപ്പത്തിലൊക്കെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഷൂഡായിട്ട് റഫായിട്ട് പ്രതികരിക്കുമായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ നമ്മൾ പാകപ്പെട്ടുകൊണ്ട് നമ്മൾ നോ എക്സ്പ്രസ് ചെയ്യും, എയ്തർ വേർഡ്സ് ഓർ ജസ്റ്റസ്, അങ്ങനെ. വളരെ ക്ലിയർ ആണ് മാം. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോയാലേ, മാമിൻ്റെ ജീവിതരേഖ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിൻ്റെ ഉത്തരം, ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടാകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു മാം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഡോക്ടറിൻ്റെ അശ്രദ്ധയാണ്, അതൊരു ജീവിതം മാറ്റിമറിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങിയാൽ ആ ഓർമ്മ, ആ ഒരു ഇടം, അതെങ്ങനെയാണ്? ശരിയാ, അതൊരു വേദനാജനകമായൊരു കാര്യമാണ്. കാരണം അതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു കൈപ്പിഴ ഉണ്ട്. കൈപ്പിഴ എന്നൊക്കെ പിന്നീട് അറിയുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്നൊരു വേദന അതാണ്. കാരണം അതുവരെ അമ്മയുടെ അച്ഛൻ്റെയും സംരക്ഷണയിൽ, കുടുംബാംഗങ്ങളുടെ സംരക്ഷണയിൽ പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ പോകുന്നു. പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങ് പോകുന്നു, ഞാനും അച്ഛമ്മയും മാത്രമാകുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അമ്മ ആശുപത്രിയിലാണ്, അത്രേ അറിയുള്ളൂ. എല്ലാ ദിവസവും ഓടിച്ചെന്ന് ജംഗ്ഷനിലാണ് വീട്. ഇങ്ങനെ ഓരോ ബസ്സും, കൊല്ലത്തുനിന്ന് വരുന്ന ഓരോ ബസ്സും നോക്കും, അച്ഛൻ വരുന്നോ, ആരെങ്കിലും വരുന്നോ, അമ്മയുടെ കാര്യം അറിയുന്നു, ഒന്നും അറിയാൻ മാർഗ്ഗമില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ ഒരു ദിവസം അച്ഛൻ കാണാൻ പോയിട്ട് വന്ന് അപ്പച്ചി പറയുന്നത്. അപ്പോൾ പിന്നീട് ഒരിക്കൽ അച്ഛൻ വന്ന് ഞങ്ങളെയൊക്കെ കാണാൻ കൊണ്ടുപോകുമ്പോൾ അമ്മ ഭയങ്കര വേദനയൊക്കെ ആയിട്ടിരുന്നെങ്കിലും വേദനയ്ക്കിടയിൽ ഞങ്ങളെ കണ്ടമ്മ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞാണ് ദിവസങ്ങൾ, ഒരാഴ്ചയ്ക്കകം വരുമെന്ന് പറഞ്ഞ് പോയ അമ്മ 1 മാസം കഴിഞ്ഞിട്ട് വരുന്നില്ല, 2 മാസം കഴിഞ്ഞിട്ട് വരുന്നില്ല. കുറേ പിന്നീടാണ് അറിയുന്നത് ഈ സർജറി, സാധാരണ ഒരു സർജറി, ഹിസ്റ്റക്ടമി എന്ന് പറയുന്നത് കോമൺ
സർജറിയാണ്. പക്ഷേ അതിൽ എന്തോ ഒരു കൈപ്പിഴ കൊണ്ട് കുടലിൻ്റെ പാടയിൽ തട്ടി, അതിരുന്ന് പഴുത്തത് ഡോക്ടേഴ്സ് പറഞ്ഞില്ല, പിന്നീടാണ് അറിയുന്നത്. ആ ഇൻഫെക്ഷൻ സത്യം പറഞ്ഞാൽ അമ്മയുടെ ജീവിതത്തെ മാറ്റി വെച്ചു. അപ്പം ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്, കുടലെന്ന് പറയുന്നത് ഒരു ഇതിനകത്താണ്, അതിങ്ങനെ ചിതറിപ്പോകുമ്പോൾ എല്ലാ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ബുദ്ധിമുട്ടാവില്ല. തുടർന്ന് എൻ്റെ 7ാം ക്ലാസ് വരെ അമ്മ ആശുപത്രിവാസം. ഇടയ്ക്ക് വീട്ടിൽ വരും, പക്ഷെ അതിപ്പോൾ എൻ്റെ വീട്ടിൽ വരില്ല, അമ്മയുടെ വീട്ടിലാണ് പോകണം, ഇവിടെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അത്രയും കാലം കൂടുതൽ സമയം കുഞ്ഞായ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതിൻ്റെതായ പ്രയാസങ്ങൾ, അതിനേക്കാൾ അത് എൻ്റെ പ്രയാസം എനിക്കൊരു പ്രശ്നമേ അന്നും ഇന്നും അല്ല, എപ്പോഴും. പക്ഷെ അമ്മയെ കാണാൻ, അമ്മ വേദന, അമ്മ ഇല്ല, നമ്മുടെ വീടെന്ന് പറയുന്നത് വലിയ വേദനയാണ്. ആ ഒരു വേദന അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഈ അച്ഛൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഓർമ്മ? തീർച്ചയായും അച്ഛൻ തന്നെയാണ്. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെ കൈ പിടിച്ച് തെരഞ്ഞെടുപ്പ്, അച്ഛന് മുഴുവൻ സമയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് വീട്ടിൽ കയറി നോട്ടീസ് കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഏറ്റവും കുഞ്ഞു പ്രായം, ഏത് പ്രായമെന്ന് എനിക്കറിയില്ല. പിന്നെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന പ്രവർത്തനമൊന്നും തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഈ വർണ്ണക്കടലാസുകൾ, ത്രിവർണ്ണ 3 ടൈപ്പ് കളറ് വർണ്ണക്കടലാസ് കൊണ്ടുവന്നിട്ട് അത് വെട്ടി ഒരു ചെറിയ കയറ് കെട്ടി അതിൽ പിന്നെ 3ആയിട്ട് ഒട്ടിച്ച്, അതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ആദ്യം തുടങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനം. അത് ഇങ്ങനെ പിന്നെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ തൊട്ട് അനൗൺസ്മെൻറ്റും, 7ാം ക്ലാസ് ആയപ്പോൾ പ്രസംഗം, പിന്നെ മുഴുവൻ സമയം ക്യാമ്പയിൻ. ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് 15 വയസ്സ് തുടങ്ങിയപ്പം SN വനിതാ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ അച്ഛനാണ് എല്ലാം, അച്ഛനാണ് റോൾ മോഡൽ. ഈ SN കോളേജിലേക്ക് എത്തുമ്പോഴേ അവിടെ അന്ന് SFIയുടെ കോട്ടയായിരുന്നു, അത് പിടിച്ചെടുത്താണ് KSU. അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കാലത്ത് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഫൈറ്റ് ചെയ്ത് പോരാടിയിരുന്നു. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് മാത്രം കൗൺസിലർ ആയതേ ഉള്ളൂ ആദ്യം. പിന്നെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആയിട്ടില്ല. SFIയുടെ കോട്ടയാണ്. ആ കോട്ടയിൽ തളരാതെ പതറാതെ അവരുടെ ഭീഷണികൾക്ക് മുന്നിൽ പിടിച്ചു നിന്നു മുഴുവൻ സമയ സംഘടനാ പ്രവർത്തനം നടത്തി. പൂർണ്ണ സമയ സംഘടനാ പ്രവർത്തനത്തിലേക്കൊക്കെ എത്തുന്നത് ഒരു ക്യാമ്പസ് വഴിയല്ലേ? SN കോളേജിലെ എങ്ങനെയായിരുന്നു ആ തീരുമാനം? ഒന്ന്, അമ്മയുടെ ആബ്സെൻസിൽ വളരുകയാണ്, അപ്പോൾ അച്ഛന് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനും സമൂഹത്തിന് തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അച്ഛമ്മയാണ് പ്രധാനമായി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തി ഒന്ന് കെട്ടിച്ചു വിടാന്നൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ സമൂഹം അന്ന് നാട്ടുമ്പുറത്ത്. അതെ, അതിനെ മറികടന്നിട്ട് അല്ല, ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്, ക്യാമ്പസ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ്. ആ തീരുമാനം അതൊരു എങ്ങനെയായിരുന്നു? സത്യത്തിൽ അതിച്ചിരി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം തന്നെയായിരുന്നു, അത് സംശയമില്ല. കാരണം എന്തിനും ഏതിനും പിന്തുണ നൽകുന്ന ആൺ പെൺ ഭേദമില്ലാതെ നിർഭയായി തന്നെയാണ് വളർത്തിയതെങ്കിലും അച്ഛന് പോലും ആ സംഘടനാ പ്രവർത്തനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം SN കോളേജ് SFIയുടെ കോട്ടയാണ്. ഞാൻ സംഘടനാ പ്രവർത്തനം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഭീഷണിക്കത്തും ഉമ്മക്കത്തും ഒക്കെ വരും. അല്ലെങ്കിലും ആ ക്യാമ്പസ് അങ്ങനെയാണെന്ന് അവിടെ പഠിച്ചവരുടെയും എല്ലാവരുടെ അടുത്ത് നിന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ക്ലാസ് എടുത്തിട്ടാണ് വിട്ടത്. ഒരു കാരണവശാലും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് പോകരുത്. വനിതാ കോളേജിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവിടെ വലിയ പ്രവർത്തനമില്ല, ഇലക്ഷൻ സമയത്തൊക്കെ ഉള്ളതേ ഉള്ളൂ, അത് പ്രശ്നമില്ല. മറ്റേത് അതല്ലല്ലോ. കൊല്ലം SN കോളേജിനെ സംബന്ധിച്ച് SFIയുടെ റെഡ് ഫോർട്ട് ഓഫ് കേരള എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി വാങ്ങണം, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കും അത് തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പാടിയിൽ നിന്ന് പെട്ടെന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിൽ തന്നെ അതേ ഈക്വൽ ഇമോഷനാണ് എൻ്റെ പൊളിറ്റിക്സ് പാർട്ടി. അതെ, അങ്ങനെ ആദ്യമൊക്കെ അച്ഛനോടൊന്നും പറയാതൊക്കെ തന്നെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങി. പേടിയെന്ന് വെച്ചാൽ അച്ഛനമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ, മറ്റ് ഭയമൊന്നുമില്ല. അപ്പോൾ പക്ഷേ അവിടെയൊക്കെ ഉള്ളവരൊക്കെ ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ അച്ഛൻ കുറേ ഉപദേശിച്ചു, അമ്മ കരച്ചിലായി, ഒരു കാരണവശാലും പോകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, അച്ഛൻ എനിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങോട്ടങ്ങ് ആയി പോവുകയാണ്. അപ്പോൾ അച്ഛന് മനസ്സിലായിരിക്കും. എങ്കിലും അച്ഛൻ പറയും, പഠനത്തെ ശ്രദ്ധിക്കണം, പാർട്ടിയിലൊക്കെ പോയി പഠിത്തം മുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് ഞാൻ എൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ക്രമേണ എല്ലാവരും അതിനെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ പിന്നീട് ചെയ്തു. അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ LLB എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യുന്നത്? അതെങ്ങനെയാണ്? ചെറുപ്പം തൊട്ടേ ലോ ഇഷ്ടമാണ്, ഫിലോസഫി ഇഷ്ടമാണ്. ഇങ്ങനെ അത്തരം കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ എൻ്റെ വീക്ഷണം, അതിന് പോകണോ ഇതിന് പോകണോ എന്നൊക്കെയുള്ള. എങ്കിലും LLB ആണ് എൻ്റെ പ്രയോറിറ്റി. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പിൽ കൊണ്ടാക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആഴ്ച ചാടിക്കൊള്ളാൻ വയ്യായിരുന്നു. കാരണം LLB ആണ് എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞുകൊണ്ട് LLBക്ക് ഒരു വ്യക്തി നിയമം പഠിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ എങ്ങനെ സഹായിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും സഹായകരമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ ചെല്ലുന്നു, അവരൊരു നിയമം പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ ഒരു കാര്യം വന്നു പറയും, ഒരു ഇന്ന കാര്യത്തിന് ആളിനെ കസ്റ്റഡിയിലെടുത്തു.
അപ്പോൾ ഇന്ന കാര്യത്തിൽ ഇന്നിടം വരെയല്ലേ ഉള്ളൂ, അതിൻ്റെ ആ പർട്ടിക്കുലർ സെക്ഷന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ആ നിയമം പഠിച്ചുകൊണ്ടാണ്. പക്ഷേ എക്സീഡിങ് ദ ലിമിറ്റ് ആണെന്ന് മനസ്സിലാക്കി ആ ഓഫീസർ അത് ഓർമ്മിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇനി സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ മാമിൻ്റെ പേര് ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ കേട്ടിട്ടുള്ളത് മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു നേതൃനിരയിലേക്ക് എത്തുകയും ആ പ്രവർത്തനങ്ങൾ, പാർട്ടിയിലെ സ്ത്രീകൾ, സാധാരണ സ്ത്രീകൾ, ആ ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ KSUവിലാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. 10-15 വർഷത്തിൽ കൂടുതൽ KSU ആയിരുന്നു. പിന്നീട് വന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായിട്ടായിരുന്നു. പിന്നെ കുറേ കാലം യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. അവിടെ നിന്നാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ആദ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാർട്ടി തരുന്ന പദവി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനുശേഷമാണ് ഒരു പക്ഷേ കേരളത്തിൽ കൂടുതൽ പേരും എന്നെ ശ്രദ്ധിക്കാൻ ഇടയായിട്ടുള്ളത്. നിരന്തരവും സക്രിയവുമായ സംഘടനാ പ്രവർത്തനമാണ് എങ്കിലും ഞാനെന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തിയത് താങ്കൾ സൂചിപ്പിച്ച പോലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനം തന്നെയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്തും പുറത്തും ആ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന 7 വർഷം എന്താ പറയുക, ഉറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും നിരന്തര യാത്രകളും, എവിടെ കേരളത്തിൽ എവിടെ സ്ത്രീകൾക്കെതിരായി ഒരു അതിക്രമം ഉണ്ടാകുകയും പരാമർശം ഉണ്ടായാലും എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് അവിടെ ഓടിയെത്തി. അവിടുത്തെ ലോക്കൽ MLA എത്തുന്നതിന് മുമ്പ് എത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഓടിയെത്തി ആ വിഷയം ഏറ്റെടുത്ത് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളുടെ സ്നേഹവും അനുഭവവും കണ്ണുനീരും ഒക്കെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു കേരള സൊസൈറ്റി ഇങ്ങനെ സ്ത്രീകളെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിക്കുന്നതിൻ്റെ ആദ്യകാലം മുതൽ ഇന്നേ വരെ ആ പ്രശ്നങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ മാമിന് തോന്നിയിട്ടുള്ള സ്ത്രീകൾ ശരിക്കും ഒരു ഗ്രൗണ്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെയാണ് മാറേണ്ടത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില ഓർമ്മകൾ, അതൊക്കെ അടയാളപ്പെടുത്തിയത്? ഒരുപാടുണ്ട് പറയാൻ തുടങ്ങിയാൽ തീരില്ല. ഒന്നാമതായി ചിലയിടങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതിന് ചിലപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ പ്രസംഗകരായ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും പുരുഷന്മാരോട് ഇരിക്കുമ്പോൾ നമ്മളായിരിക്കും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ മനോഹരമായി സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് അവർ പ്രസംഗിക്കും. അപ്പം ആദ്യകാലത്തൊക്കെ എൻ്റെ ധാരണ ഈ പ്രസംഗമൊക്കെ ഒരുപോലെ പ്രാവർത്തിയാക്കുന്നു. പിന്നീട് അനുഭവത്തിൽ മനസ്സിലായി പ്രസംഗിക്കാൻ എളുപ്പമാണ്, നടപടി എനിക്ക് മിനിമം ആവശ്യമേ സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തിയായി കാണണം. സ്വത്വത്തോടു കൂടി ഇരിക്കാൻ ഒരു സ്ത്രീ എങ്ങനെയാണോ, അവളുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ, അവളുടെ താല്പര്യങ്ങൾ എങ്ങനെയാണോ, ആദ്യം സൂചിപ്പിച്ച പോലെ സമൂഹത്തിൻ്റെ ഒരു ഫാബ്രിക്കിന് ദോഷകരമായി ബാധിക്കാത്തടത്തോളം കാലം വ്യക്തിയായി നിലനിൽക്കാനുള്ള അവകാശമാണ് എൻ്റെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴും എത്രയോ കുടുംബങ്ങളെ മെഴുകുതിരി നാളം പോലെ ഉരുകിത്തീരുന്ന അമ്മമാർ, സഹോദരിമാർ, അവരെടുത്ത് നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആ പൊല്ലാപ്പിനൊന്നും പോകണ്ട എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകൾ നിത്യം നമ്മൾ കണ്ടുമുട്ടും. മറുഭാഗത്ത് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള സ്ത്രീകൾ ചിലപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തുന്ന സ്ത്രീകളൊക്കെ പിന്നെ അടയാളപ്പെടുത്തപ്പെടുക എങ്ങനെയാണെന്ന് അറിയാലോ. ഞാനൊക്കെ ഒത്തിരി അങ്ങനെ അടയാളപ്പെടുത്തുക, പലപ്പോഴും എന്നെ അങ്ങനെ അടയാളപ്പെടുത്തിയതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ്. നമുക്ക് വ്യക്തിപരമായി വലിയ പ്രശ്നങ്ങളില്ലാതെ അത്യാവശ്യം നമ്മൾ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷത്തിലും അത്യാവശ്യം ഇടപഴകുന്ന സമൂഹത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് പലർക്കും അത് ഉണ്ടാകുമ്പോൾ, അതിനെ നേരിടുമ്പോൾ, അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ നമ്മളെയും അത്തരത്തിൽ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്യുന്നു, അത് സ്ത്രീ അവകാശമായിക്കോട്ടെ, പൗരാവകാശമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും മനുഷ്യത്വപരമായ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ആരെന്ത് പറയുന്നു എന്ന് നോക്കേണ്ടതില്ല. ഇഷ്യൂ ജെനുവിനാണോ, നമ്മൾ അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മളെ കൊണ്ടാവും വിധം പോവുക എന്നുള്ളതാണ്. സ്ത്രീ അവകാശങ്ങൾ ഒരുപാട് ഈ സമൂഹം ഇനിയും മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഇത് നമ്മളെപ്പോലുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്, നമ്മളെല്ലാ രാഷ്ട്രീയത്തിനും ഒപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എത്ര സ്ത്രീകൾ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നു, എന്നിട്ട് പിന്നെ നിങ്ങളൊക്കെ കൂടി ഇപ്പോൾ എന്തോ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നത്? അതൊരു ചെറിയ ശതമാനം. ആ ചെറിയ ശതമാനത്തിന് വേണ്ടി ഈ ഇത്രയും വലിയ ജനസംഖ്യയിൽ പകുതിയിലേറെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ കളയുന്നത് യോജിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുക, ഒരു വലിയ ചർച്ച നടന്നു, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് എൻ്റെ ഓർമ്മ. IPC 498, അന്ന് IPC നിലനിൽക്കുന്ന 498 എടുത്തു കളയണം, സ്ത്രീകളെല്ലാം ദുരുപയോഗം ചെയ്യും. ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനമുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന, പീഡനം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വകുപ്പാണ്. അപ്പം ലോ കമ്മീഷൻ പറയാം അതെടുത്ത് കളയണം, ദുരുപയോഗം.
ഞാൻ ചോദിക്കുന്നു, എത്രയോ കേസുകൾ എത്രയോ സെക്ഷൻസ് ദുരുപയോഗം ചെയ്തു, ആ സെക്ഷൻ ആരും എടുത്തു കളയുന്നത് എലിയെ പിടിച്ചാരെങ്കിലും ഇല്ലം ചൂടുമോ? പകരം ചെയ്യേണ്ടത് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടിക്ക് സാധ്യതയുണ്ടല്ലോ, അത് ചെയ്താൽ പോരെ. അതൊന്ന് വലിയ ചർച്ചയ്ക്ക് വഴിച്ചു, എന്നാലും അത് ഉണ്ടായില്ല. എങ്കിലും അതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം വന്നാൽ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ചില സ്ത്രീകൾ തട്ടിപ്പ് നടത്തുന്നു, ചില സ്ത്രീകൾ ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി സമൂഹത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് ജെനുവിനായിട്ടൊരു പരാതി പറയുന്ന സ്ത്രീയെ ആദ്യം ആ കണ്ണിലാണ് കാണുന്നത്. അങ്ങനെയാകരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഒരു പരാതി ഉണ്ടാകുമ്പോൾ ജെനുവിനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഇഷ്യൂ ഞാൻ ആദ്യം പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ഓരോ പുരുഷനെതിരെ വന്നാലും പുരുഷനെ സംരക്ഷിക്കണം. അവിടെ നമുക്ക് ജെൻഡർ ഒരു വിഷയമല്ല. ക്രിമിനൽ നടപടികളിൽ നിന്ന്, ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെ, കുഞ്ഞുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. അതിൽ സ്ത്രീകൾക്ക് പലപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന നിയമം നടപ്പാക്കി എത്രയോ വർഷം പണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നടക്കാൻ ആരംഭിച്ച പ്രക്ഷോഭം യാഥാർത്ഥ്യമായിട്ട് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. നിയമപരമായി ഇന്ത്യയിൽ യാഥാർത്ഥ്യമാണ്, പക്ഷേ പ്രയോഗതലത്തിലില്ല. സ്ത്രീകൾ കൂട്ടമായി ജോലി ചെയ്യുന്ന പല മേഖലകളിലും തൊഴിൽ ചൂഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. എത്രയെത്ര ഇടപെടലുകൾ സമൂഹം നടത്തിയിട്ടും സംഘടനകൾ നടത്തിയിട്ടും കോടതികൾ ഇടപെട്ടിട്ടും നടക്കുന്നു. അതൊക്കെ മാറ്റണം. ചിലരൊക്കെ ഞങ്ങളോട് ചോദിക്കും, എങ്ങോട്ട് പഞ്ചായത്തിലൊക്കെ കോർപ്പറേഷനിലൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും പെണ്ണുങ്ങളെ കാണാൻ തട്ടിയിട്ട് നടക്കാൻ വയ്യ, എന്നിട്ട് നിങ്ങൾക്ക് അവകാശം പോരാന്ന് പറഞ്ഞ് ഇത് എന്തുവാന്ന് ചോദിക്കും. ഇത് നമ്മൾ കാണുന്ന കുറച്ച് സ്ത്രീകൾ, ശരിയാ, ഈ നിയമങ്ങളൊക്കെ വന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ ചിന്താഗതി മാറിയത് കൊണ്ട് കുറേ പേരൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. ഒരു സ്ത്രീ ഇന്ത്യൻ പ്രസിഡൻ്റായി, ഓക്കെ, ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ല ഏതെങ്കിലും ഒരു കീ പോസ്റ്റിൽ വന്നു. അതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ അവകാശങ്ങളില്ല. എൻ്റെ അഭിപ്രായം, ഏത് കാര്യം ഞാൻ സന്തോഷിക്കുന്നു, ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ പ്രശ്നങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ഞാൻ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, എവിടെ ചെറുതും വലുതുമായ ഏതിടങ്ങളിൽ എന്ത് കാര്യങ്ങൾ ആർക്കെങ്കിലുമായി പറഞ്ഞു വെക്കുമ്പോൾ ആരുടെയും ശുപാർശയില്ലാതെ സ്വാഭാവിക പ്രക്രിയയിൽ അതിൽ പകുതി സ്ത്രീയാകുന്നു, അതെവിടെയായാലും. അങ്ങനെ ഒരു കാലത്ത് മാത്രമേ, ആരും പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്തല്ലാതെ, അങ്ങനെ കാലത്ത് മാത്രമേ സ്ത്രീ ശാക്തീകരണം നടന്നു എന്ന് പറയാൻ പറ്റൂ. മാം, ഇത് കേൾക്കുമ്പോഴും എനിക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു സംശയം, ഒരു പാർട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ മനുഷ്യരെ പറ്റി തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് പേരെടുത്ത് പറഞ്ഞ വിവാദങ്ങളിലേക്കൊന്നുമല്ല, പക്ഷേ പൊതുവെ ഇതിനോട് ഞാൻ ചിലപ്പോൾ വളരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരിക്കും, ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും, നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്ന മനുഷ്യരായിരിക്കും. അത്തരം ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വ്യക്തി എന്ന നിലയിൽ അത്തരം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സ്ത്രീ വിഷയങ്ങളിൽ, സ്ത്രീകളുമായിട്ട് അവകാശങ്ങളും അവർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു നിമിഷം ചിന്തിക്കാതെ സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്ന തീരുമാനമാണ്. പക്ഷേ അപ്പോഴും താങ്കൾ പറയുന്ന പോലെ ഏറ്റവും അടുത്ത് പെരുമാറിയവർ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമ്മൾ ധരിക്കുന്നവർ, ആരോപണങ്ങൾ വരുമ്പം ഒരു നേരിയ വിഷമമുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് അത് നമ്മുടെ നിലപാടിനെ ബാധിക്കാറില്ല. ഇനി നമ്മൾ തുടർന്നാൽ ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ കുടുംബശ്രീയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഒരു കുടുംബശ്രീയെ ഇടതുമായി ചേർത്തും അതിൻ്റെ ഒരു സാമൂഹ്യക്ഷേമത്തിൻ്റെ ഒരു വലിയ മാതൃകയാണെന്നൊക്കെ പറയും. എങ്ങനെയാണ് കുടുംബശ്രീയിൽ പ്രവർത്തിച്ച അനുഭവങ്ങൾ, അവിടെ നിന്നുള്ള ഓർമ്മകൾ, അതെങ്ങനെയാണ്? ശരിയാ, അങ്ങനെ ഒരു പൊതുബോധം എവിടെ നിന്നൊക്കെയോ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്താ പറയുക, സ്ത്രീ ശാക്തീകരണത്തിന് ഉദാത്ത മാതൃകയാണ്. അതത് കാലത്ത് എല്ലാ ഗവൺമെൻറ്റുകളും, ഞാൻ UDF ഗവൺമെൻറ് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു 5 വർഷമായിരുന്നു കുടുംബശ്രീയായിട്ട് അടുത്ത് പ്രവർത്തിച്ചത്. അന്ന് സംസ്ഥാന മന്ത്രിസഭയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖ്യമന്ത്രി ആയാലും വകുപ്പ് മന്ത്രി ശ്രീ MK മുനീറായാലും എല്ലാവരും, അവിടുത്തെ ഉദ്യോഗസ്ഥരായാലും IAS ആയാലും അല്ലാതെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കുടുംബശ്രീയെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ അവധാനതയോടുകൂടി ഇടപെട്ടതാണ് കണ്ടത്. അതിന് രാഷ്ട്രീയമില്ല അങ്ങനെ. പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളാണ് എല്ലാം, എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ തങ്ങളുടേതാണെന്ന് പുതിയ ചരിത്ര നിർമ്മിതികൾ ഓരോ ഘട്ടത്തിൽ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകർ ചിലരടക്കത് ഏറ്റുപറയുന്നത് നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് അത്തരത്തിലുള്ളൊരു ചരിത്ര നിർമ്മിതിക്ക് എവിടെ നിന്നൊക്കെ ശ്രമിക്കുന്നുവെങ്കിലും കുടുംബശ്രീ എന്നുള്ളത് തീർച്ചയായും കേരളത്തിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. ഒരുപാട് വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നതുകൾ, അതിനുമപ്പുറത്തേക്ക് ആത്മാഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ നിർഭയരായി നമ്മുടെ സഹോദരിമാർ
ഗ്രാമീണ മേഖലകളിൽ നടക്കം അവരവരുടേതായ കഴിവ് ഇത്ര കഴിവുള്ള ആളുകൾ സഹോദരിമാരുണ്ട് എന്നറിയാം. അതൊക്കെ പ്രകടിപ്പിക്കാനൊരു അവസരം കിട്ടി. അങ്ങനെ ഈ നല്ല എന്താ പറയുക, ഒരു നല്ല ലോകത്തേക്ക്, ഒരു പുതിയ ലോകത്തേക്ക് അവരെ ഒരുപാട് സ്വപ്നങ്ങളുമായി അവരെ കൈപിടിച്ചുയർത്തിയ പ്രസ്ഥാനം എന്ന നിലയിൽ രാഷ്ട്രീയത്തിനതീതമായി കുടുംബശ്രീ കേരളത്തിൻ്റെ പേര് ഇന്ത്യയിലെങ്ങും ഒരു വേള വിദേശത്തും അടയാളപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ആകാനോട് അവസരമൊരുക്കിയത് നന്ദിയുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷം, അഭിമാനമുണ്ട്. കുടുംബശ്രീയെ പറ്റി സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം. അവർ ഒരുപാട് സമരം ചെയ്തു, അത് അവഗണിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ അത് ഒരു പൊതുബോധം തന്നെ ഉണ്ടായി. അതിനോടടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആശാ വർക്കർമാരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ള ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു വിഷൻ? എന്താണ് ശരിക്കും അവർ അനുഭവിക്കുന്ന പ്രശ്നം? അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനെ എതിർക്കുന്ന വിഭാഗം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു എംപ്ലോയ്മെൻ്റ് അല്ല, തൊഴിലല്ല, ഒരു സന്നദ്ധ പ്രവർത്തനമാണ് എന്നൊക്കെ. പക്ഷേ എന്നാൽ അവർ ചെന്ന് ജോലി നോക്കുക. അത് നമ്മൾ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ ഓക്കെ, അതങ്ങനെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് അവരനിവാര്യരായി മാറുന്നു. ആ പ്രോജക്റ്റ് തുടർന്ന് പോകണം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കേണ്ടതായി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർ തൊഴിലവകാശങ്ങളിലേക്ക് മാറ്റേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം. പരിഷ്കൃത സമിതി എന്തൊരു ജോലി, എന്തുമാത്രം ജോലി അവർ ഇത്ര വീടാണ് കയറി ഇറങ്ങി നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ രംഗത്ത് നമ്പർ 1, വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1 എന്നൊക്കെ നമ്മൾ അത് ഈ ഒരു സർക്കാർ നേടിയെടുത്തതല്ല, കാലാകാലങ്ങളിലെ സർക്കാരുകളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കൾച്ചർ, കേരളത്തിൻ്റെ ഒരു കൾച്ചറും കൊണ്ട് നമ്മളതൊക്കെ നേടിയെടുത്തു എന്ന് പറയുമ്പോഴും ആരോഗ്യ രംഗമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്നത്. ഓരോ വീടുകൾ ചെന്ന്, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായതുകൊണ്ട് ഓരോ വീടും കയറി ഇറങ്ങി നടക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് കണ്ണ് നിറയാതെ ഒരു ദിവസം വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവശരായി വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് കഴിയുന്നവരടക്കമുള്ള ഒരുപാട് അത്തരം കാര്യങ്ങളിലൊക്കെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർ. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒട്ടുമിക്ക പ്രോജക്റ്റും അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത്. അത്രയും പണിയെടുക്കുന്നവരെ അവർ തെരുവിൽ സമരത്തിന് ഇറങ്ങാതെ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനും ഗവൺമെൻറ്റും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ആശാവർക്കർമാരുടെ പ്രശ്നം ഇത്രയും സമൂഹത്തിൻ്റെ വളരെ ഇത്രയും സവിശേഷമായ ശ്രദ്ധയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു തൊഴിലാളി സർക്കാർ എന്ന നാഴികയ്ക്ക് 40 വട്ടം വീമ്പിളക്കുന്ന സർക്കാർ അവരുടെ അവകാശങ്ങളോടും സമരം ചെയ്ത സഹോദരിമാരോടും കാണിച്ച ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഒരു ജനകീയ സർക്കാർ കാണിക്കാൻ, നമുക്ക് ഇപ്പോൾ സർക്കാരുകൾക്ക് പല പരിമിതികൾ കാണും, ചോദിക്കുന്ന എല്ലാ കാര്യവും നടപ്പാക്കാനോ തീരുമാനിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനാകും. പക്ഷേ ഒരു ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്നു എന്ന് മാത്രമല്ല, ഒരു വനിതാ മന്ത്രിയായിട്ട് പോലും അവർ കാണിച്ചത് അങ്ങേയറ്റം തെറ്റാണ്. ചരിത്രം എന്നും അടയാളപ്പെടുത്തിയ ഒരു ഇരുണ്ട കാലം തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ വീണ്ടും ഇലക്ഷനിലേക്ക് വന്നാൽ, കൊല്ലത്തെ മനുഷ്യർ ഇത്തവണ അവനെ MLA ആക്കിയിരിക്കുന്നു. അതിലേക്ക് ഒന്ന് പുറകോട്ട് പോയാൽ പരാജയങ്ങൾ കുറേ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തോൽവിയെ കണ്ടിരിക്കുന്നത്? ആ സമയത്തൊരു മാനസികാവസ്ഥ, പിന്നെയും തിരിച്ചു വരാനുള്ളൊരു ഊർജ്ജം, അതൊക്കെ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ എനിക്ക് തോൽവി എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല, ഞാൻ ചിന്തിക്കാറേ ഇല്ലായിരുന്നു. കാരണം ഞാൻ മത്സരിച്ചതൊക്കെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലത്താണ്. ചെറുപ്പം തൊട്ട് തോൽക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ശരിയാണ്? അങ്ങനെയാണ് ഇപ്പോഴും തോറ്റ സീറ്റല്ല, അല്ലല്ല. എങ്കിലും അത് സാഹചര്യമുള്ള സമയത്തല്ലേ തരാൻ പറ്റും. അപ്പം ഏറ്റവും എന്താ പറയുക, ഈസി വാക്കവറുള്ള സീറ്റുള്ള സ്ഥലത്തായിരിക്കത്തില്ല സ്ത്രീകളുള്ളത്. എവിടെയാണോ നമുക്കൊരു പ്രാദേശിക പരിഗണനയ്ക്കല്ല. അതുകൊണ്ട് ആ വാദത്തോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഈ ആദ്യകാലത്ത് തോക്കുമ്പോൾ പൊരുതിയല്ലേ നമ്മൾ നിൽക്കുന്നത്. ഒരു SFI അല്ലാതെ വേറൊരാൾ പാടില്ല എന്ന് പറയുന്നിടത്ത് തൻ്റെ അടുത്തോടെ മത്സരിക്കുന്നത് തന്നെ വലിയൊരു വിജയമായി കാണുന്ന അവസ്ഥയിൽ അതങ്ങനെ. പിന്നീട് മത്സരിച്ച സ്ഥലത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അതിന് വളരെ മുമ്പ് UDF ജയിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പൊക്കെ UDF വളരെ ദയനീയമായി തോറ്റ സ്ഥലത്തൊക്കെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ മത്സരങ്ങളോ തോൽവികളോ വ്യക്തിപരമായി എന്നെ ബാധിച്ചിട്ടില്ല. എൻ്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്താണെങ്കിൽ എൻ്റെ പ്രവർത്തനം കൂടിയാകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ പ്രവർത്തനം കൂടിയാകുമ്പോൾ പെട്ടെന്ന് ജയിക്കാൻ പറ്റും. അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് തോറ്റു ഓക്കെ, ഇനി ജയിക്കാൻ നോക്കണം. വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അടുത്ത വർക്ക് തുടങ്ങുക. അത് ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു. അതിന് കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലം ഈശ്വരൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ തോൽവി എന്നൊരു സാധനം മനസ്സിൽ കരുതില്ല. ആകെ വരുന്നൊരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിച്ച് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആകെ നമ്മുടെ ടെൻഷൻ അത് മാത്രമുണ്ട്, ദൈവം ഇതിൽ നിന്ന് എങ്ങനെ കരകയറും, എങ്ങനെ മുന്നോട്ട്. അതല്ലാതെ തോൽവി ബാധിച്ചിട്ടില്ല. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനു മുമ്പും ആരെങ്കിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട്, അപമാനിക്കുന്നുണ്ടായി തോക്കുന്ന ആളെന്ന നില. അതൊരു
വല്ലാത്ത അപമാനമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2072 വോട്ടിനാണ് ഞാനവിടെ പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അതേ മണ്ഡലത്തിൽ 17,611 വോട്ടിനാണ് UDF പരാജയപ്പെട്ടത്. പക്ഷേ എങ്കിലും സ്ഥിരമായി എവിടെ നിന്നാലും തോക്കുന്ന ഒരാൾ, ബിന്ദു കൃഷ്ണയുടെ കുഴപ്പം കൊണ്ടാണ് ബിന്ദു കൃഷ്ണ തോക്കുന്നത് എന്ന നിലയിലേക്ക് അതിൻ്റെ ഒരു ത്രെഡ് വെച്ച് ഉണ്ടായ അപമാനവും ആക്ഷേപവും എൻ്റെ നെഞ്ചിൽ തറച്ചു എന്നുള്ളതാണ്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എന്ത് വില കൊടുത്തും ജയിച്ചേ പറ്റും. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഞാനെന്ന വ്യക്തി സമൂഹത്തിന് ദോഷകരമായോ അല്ലെങ്കിൽ സാമൂഹിക ബോധത്തിനെതിരായോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും എല്ലാവരുടെയും നന്മ, എന്നെ ഉപദ്രവിക്കുന്നവരുടെ പോലും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത്. ഉപദ്രവിക്കുന്നവർ അവരുടെ കർമ്മം നിർവഹിക്കുന്നു, അവരുടെ കർമ്മം അതാണ്. എൻ്റെ കർമ്മം നേരെ പോവുക, പരമാവധി ആളുകളെ കഴിയുന്ന ഇടത്ത് വെച്ച് സഹായിക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെയും പോകുന്നു. പക്ഷേ അന്ന് ഞാൻ ഒരു നിശ്ചയദാർഢ്യത്തോടെ തീരുമാനിച്ചു, ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണയവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഷാൻ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാറുണ്ട്. അപ്പം സീറ്റ് കിട്ടുകയാണെങ്കിൽ മത്സരിക്കും, അല്ലെങ്കിൽ പൊട്ട്, അല്ലെങ്കിൽ മത്സരിച്ചാൽ ജയിക്കട്ടെ, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. ഞാൻ പറയും പറ്റില്ല, എനിക്ക് മത്സരിച്ചേ പറ്റൂ, എനിക്ക് ജയിച്ചേ പറ്റൂ. കാരണം മരിക്കുന്നതിന് മുമ്പ് ജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഒരു പാർലമെൻ്ററി രാഷ്ട്രീയമാണ്. ഒരു പൊതുപ്രവർത്തകരുടെ അവസാന വാക്കൊന്നും കരുതാതെ ആദർശപരമായിട്ടൊക്കെ നിന്നതാണ്. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ചുള്ള തോൽവികളിൽ വ്യക്തിപരമായ അധിക്ഷേപത്തിന് പരിധിയില്ലാതെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ് വിജയം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിനും അനിവാര്യമാണ്. അതുകൊണ്ട് കഠിനമായി പ്രയത്നിച്ചു 5 വർഷം പരമാവധി. അപ്പോൾ എനിക്ക് വല്ല അസുഖം വരികയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളപ്പോഴൊഴിച്ച് ഞാൻ കൊല്ലം നിയമസഭാ മണ്ഡലം വിട്ടു നിന്നിട്ടില്ല മുഴുവൻ സമയം. അത് കാരണം ഇതാണ്. മറ്റൊന്ന്, തോൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരാളെ ജയിക്കാൻ പറ്റൂ, തോൽവി ഉണ്ടാകും. പക്ഷെ ആ തോൽവി എത്ര കഠിനമായി ഒരു വ്യക്തിയെ അപമാനിക്കാനുള്ള ഒരു ടൂളായി മാറുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജയിക്കണമെന്ന അദമ്യമായ ആഗ്രഹം എനിക്കുണ്ടായത്. ഈശ്വരാനുഗ്രഹത്താൽ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ അത് സാധിച്ചു തന്നു. ആ വിജയത്തിലേക്കും അതിൻ്റെ പ്രതീക്ഷയിലേക്കും നമുക്ക് വരാം. പക്ഷെ മാം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സമയം ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അതിന് മുന്നോടിയായൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മിഡിൽ ഏജ് ഒക്കെ ആവുമ്പോൾ നമുക്കൊരു പെരിമെനോപോസ് ഏജിലേക്ക് നമ്മളെത്തും. ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് ഡേറ്റ് ആയിരിക്കും, അപ്പോൾ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, ശാരീരിക അവശതകൾ ഉണ്ടാകും. ഇതൊന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീ എന്ന നിലയിൽ ശരീരം അല്ലെങ്കിൽ അവശതകൾ ഇതിനെയൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് നേരിടുന്നത്? ചില സമയത്തൊക്കെ ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കാൻ ഞാൻ പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മളാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളും ത്യാഗങ്ങളും പലപ്പോഴും ചെയ്യുന്നു. പറഞ്ഞ പോലെ ചെറുപ്പത്തിലൊക്കെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യപരമായി. അതെല്ലാം വെച്ചുകൊണ്ടാണ് ലോകം മൊത്തം പോകുന്നത്. ഒരുപാട് പ്രയാസം, നമുക്കങ്ങനെ പേടുമാറ്റാനും അങ്ങനെ ഒന്നും നമുക്ക് പറ്റിയെന്ന് ഒരുപാട് അത് ഫെസിലിറ്റി ഇല്ലാതെയൊക്കെ വരും. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് വിദ്യാഭ്യാസ കാലത്താണ്, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലാണ്. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കൺസർവേറ്റീവ് സ്റ്റൈലിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമുക്കൊന്നും പെട്ടെന്ന് ആൺകുട്ടികളോടൊപ്പം പോയി, അന്നൊന്നും ഇത്രയും ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ, പറയാൻ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിരാവിലെ പോയിട്ട് പാതിരാത്രി വീട്ടിൽ, ഇപ്പോൾ എറണാകുളത്ത് മീറ്റിംഗ് ആണെങ്കിൽ വെളുപ്പിൽ 4-4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ചാത്തന്നൂർ അടുത്ത ജംഗ്ഷനിൽ പോയി ബസ് കയറി എവിടെയാണോ അവിടെ ഇറങ്ങി കിലോമീറ്ററുകൾ നടന്ന ആ പരിപാടി സ്ഥലത്ത് പോയി തിരികെ വീട്ടിലെത്തുമ്പോൾ 11 മണിയാകും. അതുവരെ യൂറിൻ പാസ് ചെയ്യാതെ എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം മുതിർന്നപ്പോൾ നമ്മളെന്തിനാ അങ്ങനെയൊക്കെ സഹിക്കുന്ന ഒരു കാര്യം. പക്ഷെ അന്ന് അങ്ങനെയാണ്. എന്തോ ഒരു ഭയം, എത്ര നിർഭയരാണ് എന്ന് പറയുമ്പോഴും എന്തിലൊക്കെയോ ഒരു ഭയം, ചുറ്റും പെണ്ണാണ് എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യത്തിനും ഭയമില്ല, പക്ഷെ എന്തോ അന്ന് അങ്ങനെയൊക്കെയാണ്. അമ്മയൊക്കെ വഴക്ക് പറയും എപ്പോഴും, എന്തോ കുഞ്ഞെ നീ എന്തോ ഈ കാണിക്കുന്നത്. പക്ഷെ അന്നത് മനസ്സിലാവത്തില്ല അത് ആരോഗ്യം ഇത്രയും പ്രശ്നമാണെന്ന്. എന്നാൽ വായിച്ചതൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ പ്രയോറിറ്റീസിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എത്ര ഈ പറയുന്ന എല്ലാ പ്രശ്നവും. ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ്, എൻ്റെ തമ്പുരാനെ, ഈ റെക്കോർഡ് ചൂടിലാണ് മുഴുവൻ സമയവും മുഴുവൻ സമയം നടക്കുക. ഒരുപാട് കാലി നീരുണ്ട്, ഇരുന്നോളാൻ വയ്യ, ഒന്ന് കിടന്നോളാൻ വയ്യ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ആ ശാരീരിക അവശതകൾ, അപ്പം എപ്പോഴും വീട്ടിലൊക്കെ എല്ലാവരും പറയും വയ്യാന്ന് പറഞ്ഞിരിക്കും, 2 പേരെ കണ്ട അപ്പോൾ ഇതൊരു പ്രശ്നമില്ല. പണ്ട് ലീഡറെ കുറിച്ച്, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊക്കെ പറയും, ജനങ്ങളാണ്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ. പക്ഷെ അത് ശരിയാണ്. നമുക്ക് ഒരു നടുവേദന തോന്നുന്ന, ഒരു വേദന തോന്നും, ബാക്ക് പെയിൻ തോന്നും, ഒന്ന് കിടക്കാം എന്ന് വിചാരിക്കും. 5 പേര് വന്നാൽ ഇതൊരു പ്രശ്നമില്ല, വേദന പമ്പ കിടക്കാം, അതൊന്നും ചിന്തിക്കാൻ സമയമില്ല.
നമ്മൾ അത് ഓരോരുത്തർക്കും താല്പര്യമുള്ള രംഗത്ത് നിൽക്കുമ്പോഴായിരിക്കാം. ചിലപ്പോൾ ഗവേഷകരെ സംബന്ധിച്ചുള്ള ഗവേഷണത്തിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ അവരെ മറ്റൊന്ന് ബാധിക്കില്ലായിരിക്കും. അതുപോലെ ഓരോ മേഖലയിൽ, എൻ്റെ മേഖല പൊളിറ്റിക്സാണ്. എനിക്ക് എത്ര അസ്വസ്ഥതകളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് നിൽക്കാനുള്ള ഒരു ഹോർമോൺ വേറെ എവിടെ നിന്നും ഉണ്ട്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വന്നാൽ, കൊല്ലം ഇത്തവണ മാമിനെ MLA ആക്കിയിരിക്കുന്നു, അവരുടെ ജനപ്രതിനിധി എന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് പണ്ട് പറയുന്ന പോലെ ഞാൻ ജയിച്ചാൽ അങ്ങനെയാകും ഇങ്ങനെയാക്കും എന്ന് പറയാൻ പറ്റില്ല. വളരെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ആ പൊസിഷനിലാണുള്ളത്. കൊല്ലത്തെക്കുറിച്ചുള്ള അടുത്ത 5 വർഷത്തെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ കൊല്ലത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ എല്ലാ സ്വപ്നങ്ങളൂടെ നടത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അതിനായി പരിശ്രമിക്കും. കൊല്ലം എന്ന് പറയുന്നത് ഒരു പൗരാണിക നഗരമാണ്. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് തന്നെ കച്ചവടത്തിനൊക്കെ പുകൾപെറ്റ നാടാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ അതിനനുസൃതമായ ആ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്ക് അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ അവസരങ്ങളും വിദ്യാഭ്യാസ സാധ്യതകളും ഒക്കെ നേടുന്നതിൽ കുറച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ആ നാടിനെ, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ആധുനിക അവസരങ്ങൾ, ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് നാട്ടിൽ. അത്തരം സാധ്യതകളൊക്കെ കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ എന്താ കഴിയുന്നത്? പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിലൊക്കെ പലതും ഉണ്ട്. പക്ഷേ ഒരു പൊതു വിദ്യാഭ്യാസ രംഗത്ത് അത്തരം സാധ്യതകൾ പരമാവധി ഉണ്ടാക്കി ഒരുപാട് പാവപ്പെട്ടവർ, സാധാരണക്കാർ, തൊഴിലാളികൾ ഇടതൂർന്ന് താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലം കൂടി. അതുകൊണ്ട് സർക്കാർ മേഖലയിൽ പരമാവധി അത്തരം കാര്യങ്ങൾ ചെയ്യണം. സ്വകാര്യ മേഖലയിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം സമൂഹത്തിന് അനുസൃതമായി. പിന്നെ ഒരു സ്കില്ലപ്പ് കൊല്ലം, ഒരു നല്ലൊരു കൊല്ലം, നല്ല ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ പറ്റുന്ന സാധ്യതകൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വിദേശത്തുനിന്ന് അടക്കമുള്ള സാധ്യത പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ കൊല്ലത്തേക്ക് ചെയ്യണം. അതുപോലെ മാലിന്യ മുക്ത നഗരമാക്കി മാറ്റുവാനുള്ള പ്രോജക്റ്റ് കോർപ്പറേഷനുമായിട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഒരു സൺസെറ്റ് സിറ്റിയാക്കി കൊല്ലത്ത് മാറ്റണം. എന്ത് മനോഹരമാണെന്ന് പറയാം ഞങ്ങളുടെ കൊല്ലത്തെ സൺസെറ്റ്. അപ്പോൾ അതിന് ടൂറിസത്തിൻ്റെ ബന്ധിപ്പിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ വേറൊരു നിയോജകമണ്ഡലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കൊല്ലം നിയോജകമണ്ഡലത്തിൽ നമ്മൾ എങ്ങോട്ട് ചെന്നാലും ചെന്ന് അവസാനിക്കുന്ന കായലിലാണ്. ഏതാണ്ട് 95% സ്ഥലവും കായൽ, പിന്നെ ഒരു ഭാഗം കടൽ, തോട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ ട്രാൻസ്പോർട്ടിനുള്ള സാധ്യതകൾ ടൂറിസവുമായി കണക്ട് ചെയ്ത്, നൈറ്റ് ലൈഫിനുള്ള സാധ്യതകൾ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത് അതും കൂടി ചെയ്യും. നമ്മളെപ്പോലെയല്ല നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കുന്നത്. അവരുടെ ചിന്തകൾക്ക് അനുസൃതമായ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സ്വപ്നം. തകർന്നു കിടക്കുന്ന റോഡുകൾ, കുടിവെള്ള പ്രശ്നം, ഓഫ് കോഴ്സ് അങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. ഇത് തമാശയാണോ ശരിയാണോ എന്നറിയില്ല. കൊല്ലത്തേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടന്മാരാണ്. കൊല്ലത്തല്ലേ, അതവിടെ നടക്കും. പിന്നെ പപ്പടത്തിന് വേണ്ടി അടി, കൊല്ലത്തായിരിക്കും. ഇങ്ങനെ കൊല്ലംകാർക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അത്ര കുഴപ്പക്കാരൊന്നുമല്ല കൊല്ലക്കാർ. എന്താ പറയുക, പൊതുവെ നല്ല ആളുകളാണ്. ഒരിക്കൽ നമ്മൾ ഓട്ടോറിക്ഷ കയറിയിട്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് 5 വർഷം പഠിച്ചല്ലോ ഞാൻ, അപ്പോഴും പറയും ഓട്ടോയിൽ കയറിയ ചുറ്റി അവിടെ കൊണ്ടാക്കുള്ളൂ, വടക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ഷോർട്ട് കട്ടിൽ കൂടെ കൊണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ പല കമൻസും പറയാറുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ നാടിനും അതിൻ്റേതായ പ്രൗഢിയുണ്ട്, പാരമ്പര്യമുണ്ട്, എന്താ പറയുക, ഒരു സ്വത്വമുണ്ട്. കൊല്ലം നല്ലൊരു നാടാണ്. എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ള, എല്ലാ ജീവിതശൈലിക്കും കൈകോർത്തിട്ടുള്ള നല്ലൊരു നാടാണ് കൊല്ലം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ച് ഒരു നാടിനെ വിലയിരുത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പ്രൗഡ് കൊല്ലമാണ്. ഈ വിജയത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടുമ്പോഴും നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, കേരളത്തിലെ 2ാമത്തെ DCC പ്രസിഡൻ്റ് ആയിരുന്നു മാം, അല്ലേ? കൊല്ലത്ത് കോൺഗ്രസ് ഒരുവിധം തകർന്നു തന്നെ നിൽക്കുമ്പോഴാണ് DCC പ്രസിഡൻ്റായി അധികാരമേൽക്കുന്നത്. അന്ന് കൊല്ലത്തെ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഭരിച്ചത്, അല്ലെങ്കിൽ ആ ജില്ലയിലെ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് നയിച്ചൊരു ഓർമ്മ, അവിടെ നിന്ന് ഇതുവരെയുള്ളൊരു ജേണി, അതെങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞൊരു സമയമായിരുന്നു അത്. ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച സമയമായിരുന്നു. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വക്കീലും കൂടിയായിരുന്നു. ഇപ്പോൾ KSU ഭാരവാഹി ആയിരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ആയിരിക്കുമ്പോഴും മാള കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി വരെ ആയിരിക്കുന്ന കാലഘട്ടം, അതൊരു 15 വർഷം ഞാൻ പ്രാക്ടീസും രാഷ്ട്രീയം ഒരുമിച്ച് കൊണ്ടുപോയതാണ്. പറ്റുമായിരുന്നു. അപ്പോൾ ദൂരെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ മാത്രം പ്രാക്ടീസ് കഴിഞ്ഞാൽ അത് കേസൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ വരുമ്പം മാനേജ് ചെയ്യാം. പിന്നെ ജൂനിയേഴ്സ് ഉണ്ട്, അത്യാവശ്യം വന്നാൽ സഹായിക്കുക, സീനിയേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പ്രാക്ടീസിന് ഭംഗമില്ലാതെ പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് DCC പ്രസിഡൻ്റ്. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി കുഴപ്പമില്ല, പ്രാക്ടീസും കൂടെ അത്യാവശ്യം കൊണ്ടു. സത്യത്തിൽ ഉറങ്ങാതെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തും തെറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിനെ കുറച്ചല്ല, സമ്പൂർണ്ണമായി കോൺഗ്രസ് തകർന്നു നിന്നൊരു സമയം. 11 നിയമസഭാ മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF ജയിച്ചു.
പഞ്ചായത്തുകൾ നേരെ ജയിച്ചത് 5, മറ്റേ സമരത്തിൻ്റെ ഇതുമില്ലാത്തതുകൊണ്ട് 8 ബ്ലോക്ക് പഞ്ചായത്തില്ല, മുനിസിപ്പാലിറ്റി ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രീയമായി കോൺഗ്രസ് UDF തകർന്നടിഞ്ഞെടുത്ത് ഒരു സ്ത്രീയെ കൊണ്ട് പ്രസിഡൻ്റായി. സംഘടനയിൽ നിന്ന് വരുന്ന പ്രസിഡന്റ് ഞാനാണ്, ചെറുപ്പം മുതലേ സംഘടനയെ പ്രവർത്തിച്ചത്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഒന്നും നടക്കത്തില്ല, കൊല്ലം ഇനി തീർന്നു. അപ്പോൾ എന്നെ നിക്ഷിപ്തമായ ആദ്യത്തെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും, പാർട്ടി പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും ഒപ്പം പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും പൊതുസമൂഹത്തിൽ പൊതുബോധം വളർത്തണം. കഴിയും, സ്ത്രീ ആണെങ്കിലും കഴിയും. സ്ത്രീ ആണെങ്കിലെന്നൊരു വാക്കില്ല, അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. സ്ത്രീ ആയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു നഷ്ടവും പാർട്ടിക്ക്. 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പാർട്ടി ആ തകർന്നെടുത്ത് നിന്ന് ഉയർച്ചയുടെ പാതയിലേക്കും ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ ചെയ്യാനും ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലൂടെ പദയാത്രയായിട്ട് ഞാൻ പോയി. 521 കിലോമീറ്റർ ഞാൻ നടന്നു പോകാത്ത ഗ്രാമങ്ങളും പട്ടണങ്ങളും കൊല്ലം ജില്ലയിലില്ല. ഒരിക്കലും പ്രതീക്ഷയില്ല അത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ പാർട്ടി ഓഫീസ് എത്രയോ വർഷമായി പണി തുടങ്ങി മുടങ്ങിക്കിടക്കുന്ന, എതിരാളികൾ സ്ഥിരമായി ആക്ഷേപിക്കുന്ന പാർട്ടി ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ പറ്റി. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും 43,000-നടുത്ത് 42,000 സംതിങ് വോട്ടിന് ഐഷ പോറ്റി കൊട്ടാരക്കര ജയിച്ചത് ആ സമയത്ത് 2016. അങ്ങനെ ചിലയിടത്ത് 35,000 38,000 അങ്ങനെ വലിയ മാർജിൻ നമ്മൾ തോറ്റു. ചെറിയ മാർജിൻ ഉള്ളത് മഹേഷ് തോറ്റ കരുനാഗപ്പള്ളി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കൊല്ലം 17,610, ബാക്കിയെല്ലാം 30കളാണ്. അവിടെ നിന്ന് 5 വർഷത്തിന് അതിനു മുമ്പ് ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അന്ന് തെക്കൻ കേരളത്തിൽ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയ ഏക ജില്ല കൊല്ലമായിരുന്നു. തിരുവനന്തപുരത്തേക്കാൾ, പത്തനംതിട്ടയേക്കാൾ, ആലപ്പുഴയേക്കാൾ കൊല്ലം ജില്ല. ആദ്യം അവിടെ തുടങ്ങി. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. അത് നേരത്തെ കൈപ്പത്തിയിൽ തന്നെ പ്രസിഡന്റുമാർ 22 പേരായി. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, ഒരു മുനിസിപ്പാലിറ്റി കിട്ടി. എന്നുവെച്ചാൽ വിജയ തേരോട്ടത്തിൻ്റെ തുടക്കത്തിന് അടിസ്ഥാന ശിലയിടാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 സീറ്റ് ജയിച്ചു. 3 സീറ്റിൽ 3000 വോട്ട് ഉണ്ടായി. ഞങ്ങൾ 3 പേര് ജയിക്കുമായിരുന്നു. കാരണം ചെറിയ വോട്ടിന് ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ ഉല്ലാസ് കൗരൊക്കെ തോറ്റു. അപ്പോൾ അതെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ ഒരു സ്ത്രീ ആയതുകൊണ്ട് പാർട്ടിക്കൊരു ദോഷം സംഭവിച്ചില്ല എന്ന് മാത്രം. നിരന്തര സമരങ്ങൾ രാജ്യത്തോ ലോകത്തോ കേരളത്തിൽ എവിടെയോ പൊതുജനത്തിന് എതിരായിട്ടൊരു വിഷയം ഉണ്ടായാൽ ആദ്യ സമരം നടക്കുന്നത് ഒരു ഭാഗത്ത് സമരം, മറുഭാഗത്ത് പാർട്ടി കെട്ടിപ്പിടുക്കൽ, അതിനുമപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് സ്വീകാര്യത വാങ്ങിയെടുക്കാൻ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ കഴിഞ്ഞു. ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങിയത്. ഈ ചെറിയ സിനാരിയോ മാം ഇപ്പോൾ പറഞ്ഞ ഈ ചെറിയ ഇടത്തെ ഞാനൊന്ന് വലുതാക്കിയാൽ, ഇന്ത്യയിൽ ഒട്ടാകെ നോക്കിയാൽ കോൺഗ്രസ് കുറേ പുറകോട്ട് പോവുകയും സംസ്ഥാനങ്ങളിൽ തുരുത്തായി മാറപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത്, ഇന്ത്യ കുറേയൊക്കെ കാവ്യ പുതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി? ഇത്തരത്തിൽ തകർന്നിടത്ത് നിന്നൊരു തിരിച്ചുവരവ് കോൺഗ്രസ്സിന് എങ്ങനെയാണ് സാധ്യമാവുക? തീർച്ചയായും സാധ്യമാവും. അത് 77 തന്നെ ഉദാഹരണമാണ്. തകർന്നടിഞ്ഞ കോൺഗ്രസ് ഇനി തിരികെ വരില്ലെന്ന് വിധി എഴുതിയെടുത്ത് തൊട്ടടുത്ത് 80 തന്നെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തുന്നു. കോൺഗ്രസ്സിനെ തുടച്ചു നീക്കാൻ രാജ്യത്ത് കഴിയില്ല. താൽക്കാലികമായ വർഗീയ ചേരിതിരിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങളോ കൊണ്ട് ഒരു പക്ഷേ തൽക്കാലം മാറ്റി നിർത്താൻ പറ്റും. ഇന്ത്യയുടെ DNA കോൺഗ്രസ്. ഈ രാജ്യത്തിൻ്റെ ഇന്ന് കാണുന്ന കണക്ക് പടുത്തുയർത്തിയത് കോൺഗ്രസ്. അത് ഒരു രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും. 47 രാജ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രാജ്യം അവിടെ നിന്ന് ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ പ്രൗഢി കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷൻ ഇല്ലാതെ സ്വന്തം പാർട്ടി സ്വന്തം കാര്യങ്ങൾ മാത്രമായി ചിന്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടെന്ന് പറയും, എന്ത് പ്രോജക്റ്റ് ആയാലും പ്രോഗ്രാം ആയാലും അതിന് തയ്യാറെടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കിക്കണ്ട് ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാകും, നാടിനെങ്ങനെ ഗുണപ്രദമാകും നോക്കിക്കണ്ട അതൊക്കെ നടപ്പാക്കിയിരുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസ് തിരിച്ചു വരും. 44 സീറ്റായപ്പോഴേക്കും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തരാതെ, പ്രതിപക്ഷ സ്വരമില്ലാതെ അടിച്ചമർത്തിയെടുത്തുനിന്ന് 100+ വന്നില്ലേ? ഇതാ അടുത്ത തെരഞ്ഞെടുപ്പ്. അത് മാത്രമോ, പ്രധാനമന്ത്രിയുടെ സ്വന്തം നിയോജകരുടെ വാരണാസി പോലും വിറച്ചില്ലേ? അങ്ങനെ ഇത്രയും മാറ്റം പറ്റുമെങ്കിൽ ഞങ്ങളെ നയിക്കുന്നത് രാഹുൽജിയാണ്. ഇത്രയും വിഷനുള്ള, ഇത്രയും അനുകമ്പയുള്ള, ഇത്രയും പൊതുജന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സ്വന്തം കാര്യത്തേക്കാൾ താല്പര്യത്തേക്കാൾ കൊടുക്കുന്ന ഒരു നേതാവിനെ ലോകത്തൊരു പക്ഷേ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാടിലും ത്യാഗമനസ്സിലും എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഇഷ്ടം എത്രയേറെ ക്രൂശിച്ചു ആ മനുഷ്യനെ. ഇപ്പോഴും സംഘപരിവാർ ഞാനോടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് BJP അനുകൂലികളായിട്ട്,
ബിന്ദുകൃഷ്ണയുടെ വർക്കുണ്ട് വോട്ട് ചെയ്യണം, പക്ഷേ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇല്ലേ. അങ്ങനെ സംഘപരിവാർ ശക്തികൾ അതിശക്തമായി രാഹുൽജിയെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കെട്ടുകഥകളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും ആ മനുഷ്യൻ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ തൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടേയിരുന്നു. തീർച്ചയായും അതിനൊരു ഫലമുണ്ടാകും. ചെങ്കോട്ടയിൽ രാഹുൽജി ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന ദിനമാണ് എന്നെപ്പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സ്വപ്നം കാണുന്നത്. അത് ഈ നാടിൻ്റെ നന്മയ്ക്കാകും. അത് സംഭവിക്കും അനധിവിദൂര ഭാവിയിൽ. ഓക്കെ. മാം, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, മാമിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ അതാരായിരിക്കും? സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്ദിരാ പ്രിയദർശിനി. മറ്റൊരു പേരില്ല. അങ്ങ് ചെറുപ്പം തൊട്ട് നമ്മൾ വായിച്ചും കണ്ടും കേട്ട് ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പ് പത്രവായനയിലൂടെയാണ് ഇന്ദിരാജി മനസ്സ്. പിന്നെ അച്ഛൻ ഒരുപാട് വായിച്ച അച്ഛൻ ഓരോ രാഷ്ട്രീയ സംഭവങ്ങളും സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ മറ്റ് കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് രാഷ്ട്രീയം മാത്രം കേട്ടാൽ മതി. എനിക്ക് ലോകത്ത് എന്ത് നടക്കുന്നു, രാജ്യത്ത് എന്ത് നടക്കുന്നു, അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു, അയൽ സംസ്ഥാനത്ത് എന്ത്, അത്തരം കാര്യങ്ങളായിരുന്നു കൂടുതൽ താല്പര്യം. അന്ന് വായിച്ചറിഞ്ഞ് കോറിയിട്ട ജീവചരിത്രങ്ങളിലൂടെ പിന്നീട് ഒരുപാട് അറിഞ്ഞ ഇന്ദിരാ പ്രിയദർശൻ. ഒന്നും വേണ്ട, ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ പോലും ഒരു അത്യാവശ്യം നമ്മൾ പകച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമില്ല, 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇന്ദിരാജിയോടുള്ള അദമ്യമായ അഭിനിവേശം അറിയാവുന്നതുകൊണ്ടാണോ അതോ ഇനി അമ്മയ്ക്ക് തോന്നി. അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഇന്ദിരാഗാന്ധിക്ക് ഇതൊക്കെ ഉണ്ട്, ഇന്ദിരാഗാന്ധി ഇതൊക്കെ അതിജീവിച്ച വന്നത്. അതോടെ എൻ്റെ പ്രശ്നം തീർന്നു. എനിക്ക് പിന്നെ വേറൊരു അത്രമേൽ സ്വാധീനിച്ച വ്യക്തിത്വമാണ് ഇന്ദിരാജി. കേരള രാഷ്ട്രീയത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരായിരിക്കും? കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരാളില്ല, എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരോടും. കൂടുതൽ ആദ്യം അടുത്ത് നിന്ന് അകലെ നിന്ന് സ്നേഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് ലീഡർ ശ്രീ കെ കരുണാകരനെയാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ നേതാവൊക്കെ ലീഡറെ കാണാൻ എന്ത് കൊതിച്ചിട്ടുണ്ടെന്നറിയാം. അങ്ങനെയൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ പോവുകയും ചെയ്യും. പിന്നീട് വലിയ താമസമില്ലാതെ തന്നെ ലീഡർ വരുന്ന വേദികൾ പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടിയത് ഏറ്റവും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കെ സാറിനെയും എല്ലാവരും, ഉമ്മൻചാണ്ടി സാർ, എല്ലാവരും ഇഷ്ടമാണ്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിയിലും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അവരുടേതായ സവിശേഷമായ കഴിവുകൾ കൊണ്ടും ശീലങ്ങൾ കൊണ്ടും നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് അവർ, അല്ലേ? ശരിക്കും ഇന്ന് UDF വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു. ജനങ്ങൾ 100-ലധികം സീറ്റ് കൊടുത്ത് നിങ്ങളെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നു. ആ സമയത്തും ആരാണ് കേരളത്തെ നയിക്കുക, മുഖ്യമന്ത്രി ആരാണ് എന്നത് തിരഞ്ഞെടുക്കാൻ ഒരു കാലതാമസം ഉണ്ടാകുന്നു, വലിയ ചർച്ചയുണ്ടാകുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി എന്നൊക്കെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ അതിനെ വിലയിരുത്തുന്നു. ഇത് വിജയത്തിൻ്റെ പകിട്ട് കുറച്ചോ എന്ന് ചോദിച്ചാൽ അതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയ. ഇപ്പോൾ CPM ആണ് ജയിച്ചതെങ്കിൽ എന്ത് ചർച്ച, എന്ത് വിലയിരുത്തൽ? ഒന്നുമില്ല. ഒരാൾ പ്രഖ്യാപിക്കും, എല്ലാവരും ശിരസാ വഹിക്കും, അഭിപ്രായം പറയാൻ പറ്റും. കോൺഗ്രസ് ആയതുകൊണ്ടാണല്ലോ ഞാനടക്കമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ചെന്ന് ഞങ്ങളുടെ നേതാവ് ആരാകണമെന്ന് അഭിപ്രായം പറയാൻ അവസരം. അഭിപ്രായങ്ങൾ ഒന്നിലധികമായപ്പോൾ അതെല്ലാം ചേർത്ത് നേതൃത്വം നിരന്തരമായി ചർച്ച നടത്തി. വേണമെങ്കിൽ നേതൃത്വത്തിന് ഇഷ്ടമുള്ളവരങ്ങ് പ്രഖ്യാപിക്കുക, ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെയല്ല, ചർച്ചകൾ കൂടി എല്ലാവരെയും പങ്കാളികളാണ്. അതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മികച്ച ടീം എന്ന് വെച്ചാൽ ഒരു സ്ഥാനം കണ്ടാൽ ആ സ്ഥാനത്തേക്ക് അർഹരായിട്ടുള്ള 1 അല്ല 10 അല്ല അതിൽ കൂടുതൽ ആളുകളുണ്ട്. കഴിവുറ്റ നേതൃത്വം, 1ാം നിര, 2ാം നിര, 3ാം നിര, എല്ലാ നിരകളിലും ചെറുപ്പക്കാരിൽ, വനിതകളിൽ എല്ലാവരും കഴിവുറ്റ തേജസ്സാർന്ന വ്യക്തിത്വങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അത് തീരുമാനമെടുക്കാൻ അല്പം വൈകും. അങ്ങനെ ഏറ്റവും അവസാനം വൈകി തീരുമാനം എടുത്തൊന്നുമല്ല. ഞങ്ങൾക്കൊരു പ്രൊസീഡിങ്സ് ഉണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അതില്ലാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല. ഒരു ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യമായ അതിനെ വിലയിരുത്താൻ എനിക്ക് കഴിയുള്ളൂ. അറിയാൻ ആഗ്രഹമുണ്ട്, ഈ ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കുമ്പോൾ നിർഭയമായി മറ്റു പൊളിറ്റിക്സ് ഒന്നും നോക്കാണ്ട് തൻ്റെ അഭിപ്രായം പറയാൻ സാധിച്ചിരുന്നു? ഒരു കുഴപ്പമില്ല. ഹൈക്കമാൻഡ് പ്രതിനിധികൾ 3 പേര് ഇരിക്കും, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു, എന്നോട് ചോദിച്ചു ആര് വേണം, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഓൾ. അവസാനം VD സതീശൻ എന്ന പേരിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നോ അല്ലെങ്കിൽ VD സതീശനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം അദ്ദേഹം എങ്ങനെ കേരളത്തെ നയിക്കും എന്നാണ് തോന്നുന്നത്? അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാനൊക്കെ KC വരുന്ന കാലം തൊട്ടേ അന്ന് അദ്ദേഹം KC നേതാവായിരുന്നു, പിന്നീട് NSU സെക്രട്ടറി. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഞങ്ങളൊക്കെ ഏജ് വൈസ് ഒരു അല്പ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു വന്നവർ ഇവരെല്ലാവരും. ഞാൻ KCയിൽ വരുമ്പം പുല്ലു മധുവൻ, ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പുല്ലു മധുവനായിരുന്നു. ആ വർഷം തന്നെ ശ്രീ KC വേണുഗോപാൽ KC പ്രസിഡൻ്റായി.
അന്ന് തൊട്ട് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ സംഘടനാ പ്രവർത്തനത്തിന് KSU പ്രവർത്തനത്തിന് അവസരം കിട്ടി. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. എല്ലാ നേരം രമേശ് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി സീനിയർ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹമായിട്ട് അന്ന് KSU ക്യാമ്പുകളിൽ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ ജസ്റ്റ് പരിചയമുണ്ട്. അടുത്ത് ഇടപെടാൻ കഴിഞ്ഞത് പിന്നീടാണ്. ബാക്കി ഈ രണ്ട് നേതാക്കന്മാരുമായിട്ടും ചെറുപ്പം മുതൽ ആദ്യം തന്നെ ശ്രീ KC വേണുഗോപാൽ KSU പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ആണ് ഭാരവാഹിത്വത്തിലേക്ക് വന്നത് എന്നതുകൊണ്ട് അദ്ദേഹമായിട്ട് എല്ലാവരുമായിട്ടും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള മുതിർന്നവരും ഞങ്ങളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവർ യുവജന രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ല സംഘടനാ സൗഹൃദമായി അന്നും ഇന്നും എന്നുമുണ്ട്. പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, നമുക്കറിയാം, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു UDFൻ്റെ കാഴ്ചപ്പാട്, ഇതും കൂടി ചേർത്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു മാൻഡേറ്റാണ് ചോദിച്ചത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്ന് പറയുന്നത് പോലെ അത്രമേൽ UDFൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം എന്താ പറയുക, ശ്വാസം പോലെ, ജീവശ്വാസം പോലെ കാത്തു സൂക്ഷിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമായിരിക്കും. ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ UDFൻ്റെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും ഒരു മനസ്സോടെ നിന്ന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു ഉയർന്ന് പ്രവർത്തിക്കും. ഓക്കെ മാം, ചില വ്യക്തിപരമായ ചോദ്യങ്ങളും കൂടി ചോദിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്, മകനുണ്ട്. അവൻ്റെ ഒരു വളർച്ചാകാലം മുഴുവൻ മാം ഈ ഓട്ടത്തിലും അവനെ ടേക്ക് കെയർ ചെയ്യുന്ന പ്രോസസ്സിലുമായിരുന്നു. എങ്ങനെയാണ് ഈ ബാലൻസിങ്, ഈ ഒരു കുടുംബം, പ്രത്യേകിച്ച് മകൻ, ഭർത്താവ് കൂടി രാഷ്ട്രീയത്തിലായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. മകൻ, അവൻ്റെ ചെറുപ്പം, കൗമാരം, ഇതൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം, എങ്ങനെയാണ് ഒരു ആക്ട് ഓഫ് ബാലൻസിങ് നടന്നിരുന്നത്? സത്യമാണ്, അതിപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ കളയാൻ പറ്റത്തില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് മകനല്ലേ നമുക്ക്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് അതോ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അത്യാവശ്യം ഉള്ള സാഹചര്യത്തിന്, അവനാണെങ്കിൽ എല്ലാവരോടും ഇഷ്ടമാണ്. വീട്ടിലൊക്കെ എല്ലാവരും തമാശയ്ക്ക് പറയും, അവൻ മിടുക്കൻ, അവനായിരിക്കും വലിയ രാഷ്ട്രീയക്കാരൻ. കാരണം ഞാനോ കിച്ചോട്ടനോ ഉണ്ടെങ്കിൽ അവൻ അമിതമായി ഞങ്ങളോട് ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു തവണയിട്ട് കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ കൊച്ചനും കുഞ്ഞമ്മ അവനെ വളർത്തിയത്, അമ്മ മരിച്ചു പോയിരുന്നു. അപ്പം പിന്നെ ഞാനങ്ങ് ഇറങ്ങുന്ന ഉടനെ പിന്നെ അവൻ അമ്മാമ്മയെന്ന് വിളിക്കുന്ന എൻ്റെ കുഞ്ഞമ്മ അമ്മയാവും അവന്, കൊച്ചനെ അച്ഛാന്താ വിളിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വരുന്നിടം വരെ അച്ഛനമ്മ ഭയങ്കര സോപ്പിട്ട് അവരിലേക്ക് അങ്ങായി. അതൊരു ജന്മസിദ്ധമായി കിട്ടുന്നതായിരിക്കും, കുഞ്ഞുങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് വളരുമെന്നാണ്. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡ്, പിന്നീട് മോന് 2.5 വയസ്സപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായി. അപ്പോൾ അവിടെ എൻ്റെ ചേട്ടത്തിമാർ, സഹോദരങ്ങൾ, അവൻ്റെ കസിൻസ് ഓരൊക്കെയാണ് വളർത്തുന്നത്. എല്ലാവരോടും അവനങ്ങ് അറ്റാച്ച്ഡായി നിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്കുണ്ടാകുന്ന മാനസിക പ്രയാസം, കുഞ്ഞിനെ ഇട്ടിട്ട് പോകാനും വയ്യ, പക്ഷെ പോകാതിരിക്കാനും. രണ്ടും കൂടെ മാനസിക സംഘർഷം അനാവശ്യം വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കുഞ്ഞ് സേഫാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരോടൊപ്പം, ഹസ്ബൻഡ് വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുന്നവരാണ്. ഒരു പ്രശ്നവും എന്നേക്കാൾ കൂടുതൽ നന്നായി എൻ്റെ മോനെ നോക്കുന്നവരാണ് അവരെന്ന് പറയാം. പക്ഷേ എങ്കിലും എനിക്ക് മാനസിക അവനെ പ്രസവിച്ച് 50-ാം ദിവസം അവനെ എടുത്തുകൊണ്ട് ഞങ്ങൾ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ചാത്തൻ്റെ ഒരു സംതൃപ്തി ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നതാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ കുഞ്ഞിനെ കാറിൽ ഇരുത്തിയിട്ട് ഈ പറയുന്ന എല്ലാവരും ഉണ്ട്. കുഞ്ഞമ്മയുടെ എൻ്റെ ബ്രദറുണ്ട്, കുഞ്ഞമ്മയുടെ മോള്, അനിയത്തി, അവരെല്ലാവരും ഉണ്ട്. പക്ഷേ അപ്പോൾ കാണാം സദസ്സിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഏതോ കുഞ്ഞുങ്ങൾ കരയും. ഞാൻ എടുത്തിയടി ഓടി, 50 ദിവസം ആയതാ, ഓടരുത്, ബോഡി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം. അതൊന്നുമല്ല, എൻ്റെ കുഞ്ഞാണ് കരയുന്നത്, എടുത്തിയടി ഓടി പോകും, അവൻ സുഖമായിട്ട് ഉറങ്ങായിരിക്കും. അങ്ങനെ ഒരുപാട് ദിവസം ഞാൻ മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്നത് അവൻ UKG പഠിക്കുന്ന സമയത്താണ്. അപ്പം അതുവരെ ഇല്ലാത്ത ഒരു വലിയ തിരക്ക് എനിക്ക് അപ്പോൾ ഉണ്ടായി. അതുവരെ പോയി ഇടയ്ക്ക് 2-3 ദിവസമൊക്കെ മാറി നിന്നാൽ മതി, പിന്നെ ഇങ്ങനെ വീട്ടിലെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വലിയ മിസ് ചെയ്യത്തില്ല, രാത്രി കുഞ്ഞിൻ്റെ അടുത്തെത്തും. അപ്പോൾ സ്ഥിരമായി ഞാനങ്ങ് ദൂരയാത്രയായി, രാത്രികളിൽ വരാൻ പറ്റാത്ത ദൂരയാത്രകളൊക്കെ ആകുമ്പോൾ പറ്റത്തില്ല. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അമ്മ ലേറ്റായാലും അമ്മച്ചി വന്ന് എൻ്റെ അടുത്തുനിന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണേ. അതെനിക്കില്ല ചാട്ടൂളി പോലെ കൊള്ളുന്നതാണൊക്കെ. അമ്മച്ചി അമ്മ എപ്പോഴെങ്കിലും വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണേ. പിന്നീട് ഞാൻ ഒരു ദിവസം കാസർഗോഡായാൽ പോലും പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലൊന്നും എത്താതെ ഞാൻ പുറകിട്ട് പോകാറില്ല. ഹസ്ബൻഡാണെങ്കിൽ വഴക്ക്, രാത്രി കാറിൽ, എല്ലാ ദിവസവും രാത്രി കാറിൽ വരേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് അവിടെ കിടന്നിട്ട് രാവിലെ വാ, കിച്ചോട്ടിന് ടെൻഷൻ. ഞാൻ രാത്രി കാറിൽ വരികയാണെങ്കിൽ കിച്ചോട്ട് ഉറങ്ങത്തില്ല ഇരുന്ന്. അങ്ങനെ ഓരോ സ്ത്രീയും ഒരുപാട് അനുഭവിക്കും. പക്ഷേ എന്നാ ചോദിക്കുക, അതിനുവേണ്ടി നമുക്ക് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത് മാനസിക സംഘർഷം, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ചോദിക്കും എൻ്റെ വീട്ടുകാരൊക്കെ പലപ്പോഴും ചോദിക്കും, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നീ അവിടെ വീട്ടുകാർക്കെല്ലാം ടെൻഷനാണ്, രാത്രി മൊത്തം ഈ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ എല്ലാം ഒരുപാട് സാരമില്ല. അതൊക്കെ എൻ്റെ മോൻ നന്നായി, അതുകൊണ്ടായിരിക്കാം അവൻ ഭയങ്കരമായി എല്ലാത്തിലും കുറിച്ച് എന്താ പറയുക,
അവന് എല്ലാത്തിനെ കുറിച്ച് നല്ല കരുതലും എല്ലാവരോടും അനുകമ്പയോടുകൂടിയൊക്കെയാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ ഒരു വിജയം കഴിഞ്ഞ് അമ്മ കേരളത്തിലെ MLA ആയി നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഓ MLA എന്നൊക്കെ വന്ന് കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള. അവൻ ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര സ്നേഹവും. ഈശ്വര അങ്ങനെ ആയിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മളങ്ങനെ അമിതമായി പറയുന്നതല്ല, എന്തായാലും ഈശ്വര അനുഗ്രഹത്താൽ നമ്മുടെ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ഒരു ഞാനും കിച്ചോട്ടിനെ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ വലുത് മൂല്യങ്ങൾ, വാല്യൂസ് കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ഏത് കാര്യത്തെ ഏത് വിഷയം ആ ഒരു നിലയിൽ തന്നെയാണ് അവനും വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ അങ്ങനെ വലുതായിട്ട് ഇടിച്ചു കയറി ഒന്നും ചെയ്യുന്ന, എപ്പോഴും മാറി മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എന്ത് വിലകൊടുത്ത് അമ്മയെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് 30,000-ഓളം വീട് അവൻ കയറി ഇറങ്ങി. അപ്പോൾ ആദ്യ ദിവസം അവൻ്റെ കസിൻസും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കുറേ പേരുമായിട്ടാണ് പോയത്. അന്ന് വൈകിട്ട് വന്നു പറഞ്ഞാൽ അമ്മ ഇങ്ങനെ എല്ലാവരുമായിട്ട് പോയാൽ ശരിയാവത്തില്ല, കാരണം എല്ലാവരും ഒക്കെ കളിച്ചിരിച്ച് ബേളം വെച്ച് പോവും. അപ്പോൾ വീട്ടുകാരൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒരു ഇൽ ഫീലിംഗ് ഉണ്ടായാലോ. അതുകൊണ്ട് അവന് 1, 2, 3 പേരുമായിട്ട് അവൻ ഇങ്ങനെ വീട് കയറിയത്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിൽ ഓരോ വീട് ഞാൻ ആശ്രമത്തിൽ രാവിലെ നടക്കാൻ പോയപ്പം ഒരു ലേഡി വന്ന് പറഞ്ഞു, ഞാൻ BJP-കാരിയാണ്, ഞാൻ ബിന്ദുകൃഷി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ല, എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഒരു ദിവസം 2 കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യണേന്ന്. ആ മോൻ്റെ ഇന്നസെൻ്റ് ഡയലോഗിൽ ഞാൻ വീണ്. ഞാൻ അതുകൊണ്ട് മേഡത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ വോട്ട് ചെയ്തത്. അങ്ങനെ പലരും എന്നോട് പിന്നീട് പറഞ്ഞു. ബിന്ദു കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല, പക്ഷേ വിവാദങ്ങളിലേക്ക് ചെന്ന് വിട്ടിട്ടുണ്ട്. ഈ പേഴ്സണൽ ലൈഫിൽ ഇത്തരം സാക്രിഫൈസ് എന്നല്ല, പക്ഷേ ഇത്തരം ഒരു ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് വിവാദങ്ങളൊക്കെ വരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ട ഇത് മതിയാക്കാം, പൊതുജീവിതം മതിയാക്കാമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ പതറിപ്പോയ നിമിഷങ്ങളുണ്ടോ? അങ്ങനെ വലുതായിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് ഇരട്ടി കരുത്താണ്. കാരണം നമ്മൾ വിവാദം എന്ന് പറഞ്ഞാൽ ഒന്നും ബോധപൂർവം അങ്ങനെ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് ഇപ്പം ഓഫ് കോഴ്സ് ഒരു തവണ ഞാൻ ഒരാളോട് സംസാരിച്ചത് വലിയ വിവാദമായി. പക്ഷേ എനിക്കതിൽ ജെനുവിൻ റീസണുണ്ട്. കാരണം മറ്റ് ആളുകളെ ആക്ഷേപിച്ച ഒരാൾക്കെതിരെയാണ് കർശനമായി ഞാൻ പറയുന്നത്. ഞാൻ കർശനമായി പറയുന്നത് മാത്രം പുറത്തേക്ക് വന്നൊരു വലിയ വിവാദമായിട്ടുണ്ട്. എനിക്കതിലൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ ഇമേജിനേക്കാൾ ഞാനവിടെ വില കൊടുക്കുന്നത് അവർക്ക് വേണ്ടി, സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന നിലയിലാണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ അതിലൊന്നിലും അങ്ങനെ പിന്നെ അല്ലാതെ വലിയ വിവാദങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട്, പിന്നെ നമ്മൾ ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാകും. സ്വപ്നം പോലും കാണാത്ത ആരോപണങ്ങളുണ്ടാകും. അപ്പം ഭയങ്കര ധൈര്യമാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പേടിക്കുന്നത്. പിന്നെ എല്ലാം ശരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം തന്നെ മറുപടി കൊടുത്താൽ കുറേ വിവാദങ്ങൾ ഒഴിവാകും. പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉടനെ അതിനകത്ത് കുറേ ദുർവ്യാഖ്യാനം കൊണ്ടുവരും. എന്തിനാ, ലെറ്റ് ഇറ്റ് ബി. അത് അതിൻ്റെ വഴിക്ക് പോകും, നമ്മളെ വഴിക്ക് പോകും. പക്ഷേ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം, ആരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലം പേടിപ്പിക്കുന്നുണ്ടോ? പേടിപ്പിക്കുകയല്ല, അതൊരു വലിയ തെറ്റ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഞാനൊക്കെ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലായിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. അതിനേക്കാൾ ഉപരി ചിന്തനീയമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ, ഇപ്പോൾ 2 ദിവസം മുമ്പും ഒരാൾ എഴുതി പിടിപ്പിച്ചത് എന്തെല്ലാം മോശപ്പെട്ട വാക്കുകളും, ബിന്ദുകൃഷ്ണ മന്ത്രിയാവും അതിന് കാരണമെന്നും പറഞ്ഞ് വേറെ കണക്ട് ചെയ്ത് അങ്ങനെ ഓരോന്നും. ഇതൊക്കെ മനോരോഗമാണ്. ആ മനോരോഗത്തെ ചികിത്സിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് ആ നിലയിലേക്ക് ആലോചിക്കണം. അത് ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന ഒരു ജന്മനാ ഉള്ളൊരു കഴിവാണെന്ന് തോന്നുന്നു, ഈശ്വരൻ തരുന്ന ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ആരോപണങ്ങൾ നമ്മളെ ഒട്ടും ബാധിക്കുന്നില്ല. കാരണം നമ്മളങ്ങനെ ചെയ്താൽ ഇപ്പം ലോകത്ത് ഉയരുന്ന ആരോപണങ്ങൾ ഒട്ടുമിക്കതും ആ കൺസേൺഡ് ആൾ ചെയ്യുന്നതായിരിക്കത്തില്ല, ചിലത് മാത്രം ചെയ്യുന്നതായിരിക്കും. ഈ കൺസേൺഡ് ആൾ ചെയ്തില്ലെങ്കിലും അവർ ടെൻഷൻ അടിച്ചു പോകും, നാട്ടുകാരത് വിശ്വസിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ ആരോപണങ്ങൾ വന്നാൽ ആളുകൾ വിശ്വസിക്കും. ജനം അറിയുന്നില്ലല്ലോ അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പം മുമ്പൊക്കെ പത്രങ്ങളിലായിരുന്നെങ്കിൽ ഒരു ആരോപണം ഒരാൾക്കെതിരെ വന്നു, അത് തെറ്റാന്ന് തിരിഞ്ഞാൽ പിറ്റേന്ന് പത്രാധിപരുടെ ഒരു കുറിപ്പുണ്ട്, തിരുത്തും കുറിപ്പുണ്ട്. ഇപ്പം ഇതൊന്നുമില്ലല്ലോ, ആരോപണം മാത്രം വന്നു പോകും, പിന്നൊന്നും ഓഡിറ്റ് ചെയ്യാൻ ഇടമില്ലല്ലോ. അപ്പം ശരിക്കും മുമ്പ് ഇടയ്ക്ക് ആക്ട് സ്ട്രോങ് ആയിട്ടിരുന്നപ്പോൾ പിന്നെ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി എന്നെ റദ്ദാക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന പോയിന്റ്, ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന്, നമുക്ക് ചുറ്റും ഒരുപാട് പേര് സപ്പോർട്ട്, നമുക്ക് കുടുംബബലം, എല്ലാവരും ആത്മബലം തരാൻ, നമുക്കൊരു സങ്കടപ്പെടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പ്ലസ് നമ്മുടെ സ്വന്തം ബോധ്യമുണ്ട്,
നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. ആ പറഞ്ഞ് വല്ല സുഖവും സന്തോഷം അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. ലോകത്ത് എല്ലാവർക്കും നമ്മളെ കാണാൻ സന്തോഷം ഉണ്ടാവണം, അവർക്ക് ആ സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളത് കളയും. പക്ഷേ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്താ? ഭൂരിപക്ഷം പേർക്ക് ഇതിൻ്റെ പേര് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ മാനസിക പ്രയാസത്തിലായിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായത്. സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ അകാരണമായി വ്യക്തിഹത്യ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു മന്ത്രിമാരെയോ അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സിനെ വിമർശിച്ചുകൂടെന്നല്ല, അത് വേറെ. അല്ലാതെ വ്യക്തിഹത്യ, ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കി. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും പൊസിഷനിലെത്തിയാൽ ഉടനെ അറിയും വേറെ നിലയ്ക്കാണെന്ന് പറയും. അത് ആ പറയുന്നൊരു മനോരോഗമാണ്. അത് അവർ ചികിത്സിച്ചാൽ അവരുടെ വീട്ടുകാർക്കും സമൂഹത്തിനും നല്ലതാണ്. അത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് 50% സംവരണം വരുമ്പോൾ ഒരു സ്ത്രീയെ, നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീയെ ഇലക്ഷന് നിർത്തണമെന്ന് പറയുന്നു. അപ്പോൾ അന്ന് അവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ സംസാര മധ്യേ അതേപ്പറ്റി പറയുമ്പോൾ ആളെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നേരവും കാലവും ഇല്ലാതെ പിള്ളേരെ നോക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കും, എന്നിട്ട് കണ്ടവൻ്റെ കൂടെയൊക്കെ രാത്രി വന്നിറങ്ങും. അതൊക്കെ ഇനി ഞാൻ കാണണം, കുടുംബം തുലയും, ഇല്ല ഞാൻ എൻ്റെ ഭാര്യയെ വിടില്ല എന്നുള്ളതാണ്. കഴിവുള്ള ഒരു ചേച്ചിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ പറച്ചിലിൽ നിന്ന് കാലം വലിയ രീതിയിലൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അതിജീവിച്ച് ഈ റൂട്ടിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നുമാണ് ഒരുപാട് സഞ്ചരിച്ച് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇന്ന് നമുക്ക് എണ്ണി പറയാവുന്ന സ്ത്രീകളേ ഉള്ളൂ. പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു തലമുറയോട് അല്ലെങ്കിൽ സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിർഭയരായി തന്നെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടമാണ് പോളിറ്റിക്സ്. ഞാൻ എവിടെ ചെന്നാലും കുട്ടികളോട് ചോദിക്കും ആരാവാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾ ഒരുപാട് ഇഷ്ടങ്ങൾ പറയും. പക്ഷെ അതിലൊരാളുടെ ഇഷ്ടം പോലും ഇന്നുവരെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കേട്ടിട്ടില്ല. എൻ്റെ അഭിപ്രായം, സ്ത്രീ പുരുഷ ഭേദമന്യേ, ലിംഗഭേദമന്യേ, ഏത് തൊഴിൽ നാം തിരഞ്ഞെടുക്കുന്നു എന്ന ഭേദമന്യേ എല്ലാവരും രാഷ്ട്രീയത്തിൽ ഇടപെടണം. കാരണം നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്ത് ഉയർന്ന പൗരബോധമുള്ള ചിന്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്തില്ല എങ്കിൽ രാഷ്ട്രീയവും നേരല്ലാതെ പോകും. അതുകൊണ്ട് ഏത് ഫീൽഡിൽ നിൽക്കുന്നവരായാലും രാഷ്ട്രീയം ശ്രദ്ധിക്കുകയും കഴിയുന്നിടത്തോളം ഇടപെടുകയും ചെയ്യണം. 1. 2, സ്ത്രീകൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിഷ്ടമാണ്, നമ്മുടെ അഭിരുചി എന്താണോ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് പ്രവർത്തിക്കുക. ആളുകൾ അങ്ങനെ പറയും ഇങ്ങനെ പറയുമെന്ന് പേടിച്ചാൽ വീട്ടിലിരുന്നാലും പറയില്ലേ. എത്രയോ പേര് വീട്ടിലിരുന്ന് പറഞ്ഞ് കുടുംബ പ്രശ്നം ഉണ്ടാകുന്നു. അത് നോക്കുകയേ ചെയ്യില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ, വീണ്ടും പറയുന്നു, ആ ഇഷ്ടങ്ങൾ സമൂഹത്തിന് ദോഷകരമാകാത്ത ഇഷ്ടങ്ങളായിരിക്കണം. എനിക്കിഷ്ടമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്തും കയറി ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ത്രീകൾ ഇടപെട്ടേ മതിയാകൂ. ഇന്നല്ലെങ്കിൽ നാളെ തുല്യ പ്രാതിനിധ്യം രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവും. അപ്പോൾ കഴിവുറ്റ സ്ത്രീകൾ ആ രംഗത്ത് പരിചയസമ്പന്നരായി ഉണ്ടാവും. പിന്നെ വന്ന് പിറ്റേന്ന് തന്നെ, ചിലരൊക്കെ പിറ്റേന്ന് തന്നെ എന്തെങ്കിലും ആയിന്ന് വരും. പക്ഷേ പിറ്റേന്ന് തന്നെ എന്തെങ്കിലും ആയിക്കളയാമെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ അർഹതപ്പെട്ടത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഒരുപാട് സന്തോഷം. മന്ത്രിയാവാൻ സാധിക്കട്ടെ, വലിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഒരു 5 വർഷം കഴിഞ്ഞ് നമുക്കിനിയും ഇതുപോലെ ഇരുന്ന് പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.